അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമഃ ശാന്തഃ ബ്രഹ്മഭൂയായ കൽപ്പത്തെ. ബ്രഹ്മഭൂതപ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമഃ സർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭത്തെ പരാം. ഭക്ത്യാ മാമഭിജാനാതി യാവാന്യശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശതേ തദനന്തരം. സർവകർമാണ്യപി സദാ കുർവാണോ മദ്വ്യപാശ്രയഃ മത്പ്രസാദാദവാപ്നോതി ശാശ്വതം പദമവ്യയം. ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരഃ ബുദ്ധിയോഗമുപാശ്രിത്യ മच्चित्तः സതതം ഭവ. മच्चित्तः സർവദുർഗാണി മത്പ്രസാദാത് തരിഷ്യസി അഥ ചേത്വമഹങ്കാരാത് ന ശ്രോഷ്യസി വിനക്ഷ്യസി. 53. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമഃ ശാന്തഃ ബ്രഹ്മഭൂയായ കൽപ്പത്തെ. അഹങ്കാരം, അഹങ്കരണം, അഹങ്കാരഃ ദേഹേന്ദ്രിയാദിഷു തം, അതായത് ദേഹ ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയിൽ യാതൊരു അഹങ്കാരമാണോ ഇതിനെയാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. ഇവയിലുള്ള അഭിമാനം, അപ്പം അതാണ് അഹങ്കാരം. പിന്നുള്ളത് ബലം. രണ്ടാമത്തത് ബലം. എന്താ ബലത്തിന്? സാമർഥ്യം. കാമരാഗാദിയുക്തം ന ഇതരം. ശരീരാദി സാമർഥ്യം സ്വാഭാവികത്വേന ത്യാഗസ്യ അശക്യത്വാത്. നമുക്കിത് കാണാം. അതായത് ബലം എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കാമരാഗാദിയുക്തം ബലമാണ്. അതുകൊണ്ട് നമുക്ക് അഹങ്കാരം ബലം, ഈ കാമരാഗാദിയുക്തം ബലം എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ഓരോ തരത്തിലും നമുക്ക് ഈ ശരീരബലമുണ്ട്, മനോബലമുണ്ട്, ഇന്ദ്രിയബലമുണ്ട് എന്നൊക്കെ പറയുന്ന ഈ ബലം എന്ന് പറയുന്നത് കാമത്തോടും രാഗത്തോടും ഒക്കെ ചേർന്നതാണ് നിസ്സാരം. അഹങ്കാരം ബലം ദർപ്പം. ദർപ്പം ഹർഷാനന്തരഭാവി ധർമാതിക്രമഹേതു. അപ്പം ഈ ആനന്ദം ഉണ്ടായതിനു ശേഷം അല്ലെങ്കിൽ സന്തോഷം ഉണ്ടായതിനു ശേഷം ധർമ്മത്തെ അതിക്രമിക്കുന്ന തരത്തിൽ നമ്മളെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്തോ അതിനെയാണ് ഈ ദർപ്പം എന്ന് പറയുന്നത്. അതിന് ആനന്ദം ഉണ്ടാകുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹർഷം ഉണ്ടാകുക എന്ന് പറയുന്നത് എന്തെങ്കിലും ലാഭത്തിൽ ജയം, ലാഭം മാത്രമല്ല ജയവും. ശത്രുവിനെ പരാജയപ്പെടുത്തി അപ്പോൾ ഉണ്ടാകുന്നതാണ് ഒരു ഹർഷം ഉണ്ടാകും. ആ ഹർഷത്തിൽ ഈ ശത്രുവിൻ്റെ വീട്ടുകാരെ നശിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ കൊല്ലുക, ഇങ്ങനെയൊക്കെയുള്ളത് വേണമെങ്കിൽ സംഭവിക്കാം. ഇങ്ങനെ വരുമ്പോഴാണ് ഈ ദർപ്പം കൊണ്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് അങ്ങനെയുള്ള പ്രവൃത്തിക്ക് കാരണമാവുന്ന തരത്തിലുള്ള ഒരു മനസ്ഥിതി, അതിനെയാണ് ദർപ്പം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിനെ എല്ലാത്തിനെയും കൂടി, മലയാളത്തിൽ എല്ലാത്തിനെയും കൂടെ ചേർത്ത് ഒറ്റ വാക്കിൽ അഹങ്കാരം അഹങ്കാരം എന്ന് പറഞ്ഞ് അങ്ങ് ജനറലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മറ്റേത് അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഒന്നുള്ളൂ. ഈ ഇത് ദേഹ ഇന്ദ്രിയം തുടങ്ങിയിട്ടുള്ളവയിൽ ഞാനെന്ന ഭാവത്തിൽ നിൽക്കുന്ന ആ ഒരു സ്ഥിതി, അവിടെയാണ് ഈ എന്നുള്ള അത് താതാത്മ്യം. ഇപ്പം ദേഹേന്ദ്രിയാദികളിലുള്ളൊരു താതാത്മ്യത്തിനെയാണ് ശരിക്കുള്ള അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ നമ്മൾ ഈ ദർപ്പത്തിന് പ്രൈഡ് എന്ന് പറയുന്നത് അത് ഈ അഹങ്കാരമൊക്കെ ആയിട്ട് നമ്മൾ മലയാളത്തിൽ പറയുന്നു. പക്ഷെ അത് ശരിക്കുള്ള വ്യാഖ്യാനമല്ല, മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നതല്ല ശരിക്കുള്ള പറച്ചിൽ. അതുകൊണ്ടാണ് ഈ ദർപ്പം എന്നിവിടെ പറയുമ്പോൾ ഈ ഹർഷത്തിന് ശേഷം ഉണ്ടാകുന്ന ധർമ്മത്തിനെ അതിക്രമിക്കുന്ന വിധത്തിൽ നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം, അതാണ് ദർപ്പം. അഹങ്കാരം ബലം ദർപ്പം. പിന്നെ കാമം ക്രോധം, ഇത് രണ്ടുമുണ്ട്. ഈ കാമവും ക്രോധവും എന്ന് പറയുന്നത് അത്
ഒന്നിച്ചു പോകുന്നൊരു കാര്യമാണ്. കാമമുണ്ടോ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ക്രോധം ഉണ്ടാവും എന്നുള്ളത്. കാമക്രോധം എന്നുള്ള ഒറ്റ പറച്ചിലാണ് ഇത് പോകുന്നത്, കാമക്രോധം. അല്ലെങ്കിൽ കാമഭംഗം കൊണ്ടും ക്രോധം ഉണ്ടാകുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ കാമപൂർത്തീകരണം എന്ന് പറയുന്നതിന് ശേഷം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും വേണേൽ ക്രോധം എന്ന് പറയുന്നത് ഉണ്ടാവാം. അതായത് നമ്മുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരങ്ങളുടെ സ്ഥിതിയിൽ വികാരങ്ങളാണ് അവിടെ നിൽക്കുന്നത്. ഒരു വികാരവും ഇല്ലാതെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സില്ല, തീർന്നു. അമനീഭാവം എന്ന് പറയും. അപ്പം പിന്നെ മനുഷ്യനല്ല, ദേവനായി. മനുഷ്യനാണെന്നുണ്ടെങ്കിൽ വികാരങ്ങളുണ്ട്. വികാരങ്ങളെന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നേ അർത്ഥമുള്ളൂ കേട്ടോ, മാറ്റങ്ങൾ. മനസ്സിൻ്റെ മാറ്റങ്ങളിനെയാണ് മനസ്സിൻ്റെ വികാരം. അത് നമുക്ക് ഈ മലയാളത്തിൽ ഈ വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേറെ അർത്ഥങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഒരു പ്രശ്നം അതാണ്, ജനറലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് അർത്ഥങ്ങൾ വാക്കുകൾക്കെല്ലാം കൊടുത്ത് വെച്ചിട്ടുണ്ട്. അത് ബുദ്ധിമുട്ടാണ്. അപ്പം വികാരം എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം. അതുകൊണ്ട് ഈ ഇപ്പം വികാരി എന്നൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിന് കുഴപ്പമില്ല. വികാരി അവിടെയൊക്കെ അത് ആ മലയാളം വേറൊരു മലയാളം ആക്കിക്കളഞ്ഞു. ഇവിടുത്തെ വികാരം എന്ന് പറയുന്നത് വേറൊരു മലയാളം ആക്കിക്കളഞ്ഞു. അപ്പോൾ ഇവിടെ സംസ്കൃതത്തിൽ വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ കാമവൃത്തി വന്നു പോയി, അതേമാതിരി ക്രോധവൃത്തി വന്നു പോയി. അങ്ങനെ കാമവൃത്തി ഒരു വികാരം എന്ന് പറയുന്നു, ക്രോധവൃത്തി ഒരു വികാരം എന്ന് പറഞ്ഞാൽ വിശേഷേണ ആകാരത്തോടു കൂടി നിൽക്കുന്ന സ്ഥിതി എന്നർത്ഥം. മനസ്സിന് വിശേഷകരമായ ഒരാകാരം, കാമാകാരം എന്നുള്ളത് മനസ്സിന് കിട്ടി. അപ്പം മനസ്സ് കാമാകാരമാകുമ്പോൾ അത് കാമം എന്ന് പറയുന്നതാണ് മനസ്സ് എങ്കിൽ ആ മനോവൃത്തിയെ കാമവൃത്തി എന്ന് പറയും. ഇതേപോലെ ക്രോധവൃത്തി, ഇതേപോലെയുള്ള ഓരോ വൃത്തികളാണ്. അതിനെയാണ് വികാരം എന്ന് പറയുന്നത്. അതായത് വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം തെര എന്ന്, സമുദ്രത്തിനെ നോക്കിയിട്ട് തെര എന്ന് പറയുന്നതിന് പകരം ആണ് ഇവിടെ നമുക്ക് വികാരം എന്ന് പറയുമ്പം ആ തെരയുടെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ആ വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ ആ വികാരത്തിന് ഒരു നാമം കൊടുത്ത് നമ്മൾ ക്രോധവൃത്തി ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതിന് വികാരവൃത്തി എന്ന് പറയുന്ന സാധാരണ. വികാരം എന്ന് പറഞ്ഞാൽ മാറ്റം എന്നേ ഉള്ളൂ. ആ മാറ്റം എന്താണ്? ഈ വൃത്തിയാണ്, വൃത്തി രൂപത്തിലുള്ളതാണ് അതിൻ്റെ മാറ്റം. അതുകൊണ്ടാണ് ഈ വൃത്തി വികാരവൃത്തി എന്ന് പറയുന്നത്. അത് ജ്ഞാനവൃത്തിയാവാം. അപ്പം വൃത്തി എന്ന് പറയുമ്പോൾ ജനറലായി, അതിലുള്ള വികാരവൃത്തി എന്ന് പറയുന്നത് വേറൊന്ന്, ജ്ഞാനവൃത്തി എന്ന് പറയുന്നത് വേറൊന്ന്. അപ്പോൾ അങ്ങനെ വൃത്തി എന്നുള്ളത് നമുക്ക് ഇതിനോട് ചേർക്കാം. അപ്പം എല്ലാ വികാരങ്ങളും വൃത്തികളാണ്, എല്ലാ വൃത്തികളും വികാരങ്ങളാവണമെന്നില്ല. അപ്പം ദർപ്പമായി അഹങ്കാരം, ബലം, ദർപ്പം, പിന്നെ കാമം, ക്രോധം കഴിഞ്ഞു. ക്രോധം എന്ന് പറയുമ്പോൾ അതിൻ്റെ ദ്വേഷം, എത്രയേ ഉള്ളൂ, ദ്വേഷം, ക്രോധം. പിന്നെ പരിഗ്രഹം. പരിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വീകരിക്കൽ എന്നുള്ളതാണ്. കാമം, ക്രോധം, പരിഗ്രഹം. നമ്മൾ ഈ പരിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു സ്വാർത്ഥത കാണിക്കുന്ന എനിക്ക് വേണം, എനിക്ക് മാത്രമേ ആകാവൂ, ആ തരത്തിലൊരു ബുദ്ധിയുണ്ടല്ലോ. അങ്ങനെയുള്ള നമുക്ക് ഈ കാമത്തിൻ്റെ ഒരു പ്രകടനമാണ് ശരിക്കും പരിഗ്രഹം എന്ന് പറയുമ്പോൾ. അത് നമ്മൾ ഈ ആർത്തി എന്ന് പറയും, ആ തരത്തിലാണ് അതിൻ്റെ പോക്ക്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഒരു ആർത്തി കാണിക്കൽ, അതാണ് എല്ലാം പിടിച്ചെടുക്കൽ എന്നിട്ട് പോകും, ആ ഒരു പരിഗ്രഹം. അതായത് ഇപ്പം ചുരുക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ, നമ്മൾ ഈ ചില ഇപ്പം എന്താണ്, ജാഥയ്ക്ക് പോയാൽ ബിരിയാണിയും 500 രൂപയും എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അതിന് വേണ്ടി അങ്ങ് ചാടി പുറപ്പെടും. കൈ ചിലപ്പം 10 ലക്ഷം കയ്യിലുണ്ടാവും, എന്നാലും ബിരിയാണി അവിടെ കിട്ടും, എന്നാൽ പോകാമെന്ന് പറഞ്ഞ് പോകുന്നത്. ആ തരത്തിലൊരു മനസ്സുണ്ടെങ്കിൽ, അങ്ങനത്തെയാണ്. കയ്യിൽ കാശുണ്ട്, പൈസ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ എങ്കിൽ കൂടിയും പോകും എന്നുള്ളതാണ്. പിന്നെ ജാഥയ്ക്കായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അതുമല്ല, ബിരിയാണി ഉണ്ട് എന്നാൽ പോയേക്കാം, ഈ തരത്തിലുള്ള ഒരു ബുദ്ധിയുണ്ടല്ലോ. എന്നാൽ 100 ബിരിയാണി മേടിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശേഷിയില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എങ്കിലും ആ പരിഗ്രഹിക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധി, അതാണ് അങ്ങനെയൊക്കെയുള്ളത്. അല്ലാതെ അതാണെന്നല്ല എൻ്റെ അർത്ഥം. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എന്ത് കണ്ടു കഴിഞ്ഞാലും ഉടനെ പിടിച്ച് അവനവൻ്റെ കയ്യിലാക്കണം എന്നുള്ളൊരു തോന്നൽ, ഇല്ലെങ്കിൽ അതൊരു വലിയൊരു മിസ്സിങ് ആയി പോകുന്നൊരു തോന്നൽ.
ഇങ്ങനെയൊക്കെ. അവിടെ ഉപേക്ഷയില്ലായ്മ, ത്യജിക്കാനുള്ള ശേഷിയില്ലായ്മ എന്നുള്ളതാണ്. അതാണ് ത്യജിക്കുക എന്ന് പറയുന്നത് വലിയ കഴിവാണ്. വേണ്ടാന്ന് വെക്കലെന്ന് പറയുന്നത് വലിയൊരു കഴിവാണ്. ഈ വേണ്ടെന്ന് വെക്കാൻ ശേഷിയില്ലായ്മയാണ് ഈ പരിഗ്രഹം. അങ്ങനത്തെ ഒരു അർത്ഥമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. പരിഗ്രഹം ഇന്ദ്രിയ മനോഗത ദോഷപരിത്യാഗേ അപി ശരീരധാരണ പ്രസംഗേന ധർമാനുഷ്ഠാന നിമിത്തേന വാ ബാഹിക പരിഗ്രഹ പ്രാപ്ത തം ച വിമുച്യ പരിത്യജ്യ. അപ്പം ഇതെല്ലാം പരിത്യജിക്കാനാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഈ അഹങ്കാരം, ബലം, തർപ്പം ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം ഇതെല്ലാം ശരീരത്തിൻ്റെ ബലം കളയാനല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അതിന്മേലുള്ള ഈ എനിക്കിതുണ്ട് എന്നുള്ള ഇതെല്ലാത്തിൻ്റെയും കൂടെ ഒരു അനന്തരഫലം എന്ന് പറയുന്നത് ഞാൻ വലിയ ആളാണെന്നുള്ള ഈ സ്വയം തോന്നലുണ്ട്. ആ തോന്നൽ വരുത്തുന്ന എല്ലാ ഘടകങ്ങളും അതൊക്കെയാണ് ഈ അഹങ്കാരം, ബലം, തർപ്പം തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഈ പരിഗ്രഹം എന്ന് പറഞ്ഞു വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ പരിഗ്രഹത്തിൻ്റെ കൂട്ടത്തിൽ ഭാഷ്യത്തിലൊരു വരിയും കൂടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ദ്രിയ മനോഗത ദോഷ പരിത്യാഗ അപി ശരീരധാരണ പ്രസംഗേന ധർമാനുഷ്ഠാന നിമിത്തേന വാ ബാഹിക പരിഗ്രഹ പ്രാപ്ത തം ച വിമുച്യ പരിത്യജ്യ എന്നുള്ളത്. അപ്പോൾ അത് വിമുച്യ. എന്നിട്ട് അടുത്ത വരിയിലുണ്ട് പരിഗ്രഹം, അഹങ്കാരം, ബലം, തർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം വിമുച്യ, അത് ഉപേക്ഷിച്ചിട്ട്. അപ്പം പരിഗ്രഹവും കൂടി ഉപേക്ഷിക്കാൻ പറഞ്ഞു. അപ്പം പരിഗ്രഹവും കൂടി ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോഴാണ് ഈ അതായത് ശരീര രക്ഷയ്ക്ക് വേണ്ടുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്താലോ അതും കൂടെ അങ്ങ് ഉപേക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ അതും കൂടി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സന്യാസത്തിന് മാത്രം സാധ്യമാവുന്നൊരു കാര്യമാണ്, അല്ലാതെ ലൗകികമായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പറഞ്ഞിട്ടുള്ള വഴിയല്ല എന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ മനസ്സിലാക്കാം. അല്ലാതെ ഇത് എല്ലാ ശ്ലോകങ്ങളും എല്ലാവർക്കും ഒന്നും എടുക്കരുത്. ഒന്ന് സിദ്ധസംബന്ധമായ ശ്ലോകങ്ങളുണ്ട്, രണ്ട് സാധക സംബന്ധമായിട്ടുള്ള ശ്ലോകങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ചില ശ്ലോകങ്ങൾ സാധകന് വേണ്ടിയിട്ടും ചില ശ്ലോകങ്ങൾ സിദ്ധന് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ സിദ്ധന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന ശ്ലോകങ്ങൾ സാധകനെടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരും. അതുപോലെ സാധകന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന ശ്ലോകങ്ങൾ സിദ്ധൻ എടുത്തിട്ടോ ഇത് വളരെ നിസ്സാരമാണ്, ഇതൊക്കെ ത്യജിക്കേണ്ടതാണ്, ഇതൊന്നും വേണ്ടാത്തതാണ്. അങ്ങനെ ഭഗവത്ഗീതയിൽ ശരിക്കും ആവശ്യമുള്ള ശ്ലോകങ്ങളെന്ന് പറയുന്നത് കയ്യിലെണ്ണാവുന്ന ശ്ലോകങ്ങളേ ഉള്ളൂ, ബാക്കിയുള്ളത് മുഴുവനും ആവശ്യമില്ലാത്തതാണ് എന്ന് പറയാനായിട്ട് ആവശ്യമില്ല. അതുകൊണ്ട് സിദ്ധപ്രധാനമായിട്ടും സാധകപ്രധാനമായിട്ടും ഉള്ള ഈ തരത്തിലാണ് ഈ ശ്ലോകങ്ങൾ കിടക്കുന്നത്. ഒന്ന് സാധകപ്രധാനമായിട്ടും കിടക്കുന്നുണ്ട്, രണ്ട് സിദ്ധപ്രധാനമായിട്ടും കിടക്കുന്നുണ്ട്. അതിൽ സിദ്ധപ്രധാനമായിട്ടെന്ന് പറയുന്നത് ജ്ഞാനമാണ് മുഖ്യ വിഷയം. സാധകപ്രധാനമായിട്ടെന്ന് പറയുമ്പോഴാണ് നമുക്ക് അവിടെ കർമ്മയോഗ പ്രധാനമായിട്ട്, അല്ലെങ്കിൽ ചില സന്ദർഭത്തിൽ കർമ്മയോഗം എന്ന പേരിലായിരിക്കും അത് കിടക്കുന്നത്, മറ്റു ചിലപ്പോഴാണെങ്കിൽ ഭക്തിയോഗം എന്നുള്ള പേരിലായിരിക്കും കിടക്കുക. ഇത് രണ്ടേ ഉള്ളൂ. ഒന്നുകിൽ ഭക്തിയോഗം എന്നുള്ള പേരിൽ കിടക്കും, അത് ഇത് തന്നെയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ കർമ്മയോഗം എന്നുള്ള പേരിൽ കിടക്കും, അതും ഇത് തന്നെയാണ്. ഈ പേരൊന്നും ഇല്ലാണ്ട് തന്നെ ഈശ്വരാർപ്പണം എന്നുള്ള പേര് ആയിരിക്കും കിടക്കുക, അതല്ലെങ്കിൽ ഭക്തി എന്ന് മാത്രമായിരിക്കും കിടക്കുക. പക്ഷെ അതൊക്കെ എനിക്ക് സാധകപ്രധാനമായിട്ടും ആണ് കിടക്കുന്നത്. അപ്പോൾ ഈ സാധകപ്രധാനമായിട്ടുള്ളത് ഉള്ള സന്ദർഭങ്ങളിൽ നമുക്കതിന് പ്രാധാന്യം കൊടുക്കണം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സിദ്ധപ്രധാനമായിട്ടാണ്. അതുകൊണ്ട് ഇതിപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? ഇത് സർവസംഘ പരിത്യാഗികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പരിഗ്രഹമഭിവിമുച്യ എന്ന് പറയുന്നത്. പരിഗ്രഹം മറ്റുള്ളത് നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്വീകരിക്കുന്നതിനെ കൂടി ഉപേക്ഷിച്ചിട്ട് എന്ന്. അപ്പോൾ ഇങ്ങനത്തെയുള്ള ഉപേക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മരക്ഷ, ദേഹരക്ഷ, ധനരക്ഷ, പിന്നെ എന്തുണ്ടല്ലോ സമൂഹരക്ഷ, കുടുംബരക്ഷ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാം ത്യജിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ത്യജിക്കേണ്ടി വരുന്ന സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ത്യജിക്കാനല്ല പറയുന്നത്, പകരം അവിടെ ഒരു സിസ്റ്റം അവതരിപ്പിച്ചിരിക്കുകയാണ്. അല്ലാതെ ഇത് കേട്ടിട്ടുടൻ തന്നെ ഇതൊരു മാൻഡേറ്ററി ആയിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല. ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഇനി എല്ലാവരും ഉപേക്ഷിക്കണം, അവനവൻ്റെ വീട് ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ കയ്യേറ്. അവനവൻ്റെ വീട് മറ്റുള്ളവർക്ക് കയ്യേറാൻ കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഭഗവത്ഗീതയുടെ
ഉപദേശം എന്ന് പറഞ്ഞിട്ട് നടക്കരുത്. അതുകൊണ്ടാണ് ഇത് ജ്ഞാനപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഗൃഹസ്ഥന്മാർ ആ തരത്തിൽ സ്വീകരിക്കാൻ പാടില്ല. അവരപ്പോൾ സാധന പ്രധാനമായിട്ടുള്ളത് സ്വീകരിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനപ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് വിവേകത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും അനന്തരഫലമായിട്ട് കിടക്കുന്നതാണ്. അപ്പം വിവേക വൈരാഗ്യങ്ങളുടെ അഭാവത്തോടു കൂടിയവരും വിവേക വൈരാഗ്യങ്ങൾ പൂർണ്ണതയുള്ളവരും രണ്ട് വിഭാഗം ആൾക്കാരാണ്. അപ്പോൾ ഈ രണ്ട് വിഭാഗം, അതായത് നമ്മളിപ്പം സാധാരണഗതി സമൂഹത്തിലാണെന്നുണ്ടെങ്കിൽ എന്താണ് അഡൾട്ട്സും പിന്നെ അതിനെ എന്താണ് ഈ ചൈൽഡെന്നും പറഞ്ഞുള്ള ആ ഒരു വ്യത്യാസം കൊടുക്കുന്ന പോലെ അത് നമ്മൾക്ക് ഇവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ചിലയിടത്താണെന്നുണ്ടെങ്കിൽ 14+, ചിലയിടത്ത് 15 വയസ്സ്, ചിലയിടത്ത് 16 വയസ്സ്, ഇന്ത്യയിലാകുമ്പോൾ 18 വയസ്സ്. ഇനി വേറെ ചിലയിടത്താണെങ്കിൽ അതിലും കൂടുതലുണ്ടോ എനിക്ക് അറിയത്തില്ല. 20 വയസ്സോ 22 വയസ്സോ ഉണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഉണ്ടാവും. ചിലയിടത്താണെന്നുണ്ടെങ്കിൽ അതിലും കുറവായിരിക്കും. പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ക്ലിയർ കട്ട് വേർതിരിവ് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ 18 വയസ്സിൻ്റെ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഡൾട്ടല്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വിവാഹം കഴിക്കാൻ പാടില്ല. വിവാഹം 17 വയസ്സ് കൊണ്ട് വിവാഹം കഴിപ്പിച്ച് കഴിഞ്ഞാൽ കേസാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡ് അല്ല എന്നുള്ളതാണ് നിയമം. അപ്പോൾ അതേപോലെ ഇവിടെയും ഈ വിവേക വൈരാഗ്യങ്ങളുടെ അഭാവവും ഭാവവും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ഒരു ഗൃഹസ്ഥന് വിവേക വൈരാഗ്യങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ഇനി വിരക്തിയാണ്, ഞാനും എൻ്റെ ഭാര്യയും സഹോദരന്മാരെ പോലെയാണ് കഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ പിടിച്ച് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക എന്നുള്ളതല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല. കാരണം സഹോദരന്മാരെ കഴിയാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന് വിവാഹം കഴിക്കാൻ പോയത്. അപ്പോൾ ഇതല്ല അതിൻ്റെ അർത്ഥം എന്നുള്ളത്. അപ്പം വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ധർമ്മ പരിപാലനം എന്നുള്ളതാണ്. ധർമ്മപരിപാലനത്തിനാണ് വിവാഹം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ സഹോദരന്മാരായിട്ട് കഴിയാനല്ല വിവാഹം പറഞ്ഞിരിക്കുന്നത്. ധർമ്മപരിപാലനത്തിനകത്താണെന്നുണ്ടെങ്കിൽ അവിടെ ധർമ്മപരിപാലനത്തിന് വേണ്ടുന്ന തരത്തിലുള്ള കർമ്മം ആണ് ഈ അനുഷ്ഠിക്കുന്നത്. ഈ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ ധനത്തിൻ്റെ ആവശ്യകതയുണ്ട്. ധർമ്മം അനുഷ്ഠിക്കുന്ന ധനം കൂടാതെ ധർമ്മം അനുഷ്ഠിക്കാൻ സാധ്യമല്ല. ധർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മമാണ്. കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം അവനവൻ്റെ ഫലത്തിനേക്കാളും ഉപരിയായിട്ട് മറ്റുള്ളവർക്ക് ഫലം കിട്ടുന്ന തരത്തിൽ ഉള്ള ഈ ചില ആൾക്കാരുണ്ട്. അതായത് ഈ വൃക്ഷത്തിൻ്റെ വേര് വെള്ളം വലിച്ചെങ്കിൽ മാത്രമേ ഈ തടി ഉൾപ്പെടെയുള്ള തടിയും മുകളിൽ പൂവും കായും ഇലയ്ക്കും എല്ലാം കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് ഈ വൃക്ഷത്തിൻ്റെ വേരിൻ്റെ സ്ഥാനത്തെന്നത് പോലെയാണ് ഈ ഗൃഹസ്ഥൻ കർമ്മം ചെയ്യേണ്ടത്. അപ്പോൾ അവിടുന്ന് അത് കിട്ടിക്കഴിയുമ്പോൾ മാത്രമാണ് ബാക്കിയുള്ള എല്ലാ ഭാഗത്തേക്കും പോകുന്നത് പോലെ ഈ സമൂഹത്തിൽ പടർന്നു നിൽക്കുന്ന ഒരുപാട് സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ദേവന്മാരൊക്കെ അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരായിട്ട് നമുക്ക് എടുക്കാം. അതൊരു വലിയ സമൂഹം എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനകത്ത് എന്താണ് മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, സ്വജനങ്ങളുണ്ട്, പിന്നെ നമ്മൾ ഈ ബാലന്മാർ, വൃദ്ധന്മാർ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാവരും ഉണ്ടല്ലോ. അവരൊന്നും കർമ്മത്തിൽപ്പെടുന്നവരല്ല. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടുന്ന തരത്തിലുള്ള കർമ്മഫലം ധനരൂപത്തിൽ, അന്നപാനാദികളൊക്കെ ഈ ധനത്തിൻ്റെ വകഭേദമാണല്ലോ. അപ്പം ധനരൂപത്തിൽ ഇവർക്കുള്ളതെല്ലാം എത്തിച്ചു കൊടുക്കൽ എന്ന് പറയുന്നത് ഈ ഗൃഹസ്ഥൻ്റെ ധർമ്മമാകുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വിവേകവും വൈരാഗ്യവും കൊണ്ട് ഞാൻ പ്രാണായാമ തത്പരനായിട്ടിരിക്കും എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല, ധർമ്മവിരോധിയായിട്ട് മാറി. അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നതിനെയാണ് പരധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് പരധർമ്മം എന്നത്? ശൂദ്രൻ്റെ കർമ്മം ബ്രാഹ്മണൻ ചെയ്തോ, ബ്രാഹ്മണൻ്റെ കർമ്മം അത് മാത്രമല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും പരധർമ്മം തന്നെയാണ്. ഗൃഹസ്ഥനായിട്ട് സന്യാസിയുടെ ധർമ്മം ചെയ്ത് പരധർമ്മമായി. അപ്പോൾ ഇങ്ങനെയുള്ള ആ തരത്തിൽ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ശ്ലോകം വരുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. സാധകപ്രധാനമായിട്ടുള്ളത് സാധകൻ ആയിരിക്കുമ്പോൾ ഓക്കെയാണ്. സിദ്ധപ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ സിദ്ധന് ആണ് എന്ന് പറയും. ഇത് ചിലയിടത്ത് നമ്മൾ കാണാം, ആധ്യാത്മികതയുടെ പരമകാഷ്ഠയിൽ നിൽക്കുകയും ചെയ്യും. എന്നിട്ട് പൂജ നടത്തിയിട്ട് കോഴിയുടെ പൂപ്പും പൂടയൊക്കെ ഇങ്ങനെ വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് ഉടനെ തന്നെ അലറി വിളിച്ച് അതിൻ്റെ കഴുത്ത് കണ്ടിച്ച്, അല്ലെങ്കിൽ ചിലപ്പം കഴുത്ത് കടിച്ച് കീറി രക്തം കുടിച്ചിട്ട്
അല്ലെങ്കിൽ കഴുത്ത് കണ്ടിച്ച് ഹോമിച്ച് ഇങ്ങനെയൊക്കെ കാണാം. എന്നിട്ട് ഇത് ആധ്യാത്മികയുടെ പരമകാഷ്ഠ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരും ഉണ്ടാവാം. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ വിവേക വൈരാഗ്യത്തിൻ്റെ ആവശ്യകത. അപ്പം വിവേക വൈരാഗ്യത്തിലൂടെ അവിടെ വിവേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകജ്ഞാനമാണ്. അപ്പോൾ ആ ജ്ഞാനം അവിടെ ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്ന തരത്തിലുള്ള വിവേകജ്ഞാനം ഉണ്ടായിരിക്കണം. പിന്നെ അതിൻ്റെ ശരിയായ രീതിയിലുള്ള വൈരാഗ്യം ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗങ്ങൾ വരുമ്പോൾ കയറിയിട്ട് നമ്മൾ എല്ലാവർക്കും കയറി കൈവെക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ പരിത്യജ്യ, അതുകൊണ്ട് വിമുച്യ പരിത്യജ്യ നിർമ്മമഹ. അപ്പോൾ അതുകൊണ്ട് എന്താ, മമത്വമില്ലാത്തവൻ, നിർഗതഃ, നിർഗതം മമത്വം എന്നല്ലേ, അങ്ങനല്ലേ, നിർഗത മമഭാവ, എൻ്റെ എന്നത്. മമഭാവ എന്ന് പറഞ്ഞാൽ എൻ്റെ, അഹം ഞാൻ, മമ എൻ്റെ. മമ എന്ന് പറഞ്ഞാൽ അഹത്തിൻ്റെ ഈ ഇതിൻ്റെ അഹം ആവാം വയം, അതിൻ്റെ ഷഷ്ടി ഏകവചനമാണ് മമ, അല്ലാതെ വേറൊന്നുമല്ല. നമ്മൾ ഈ ഇതുണ്ടല്ലോ പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി എന്ന് പറഞ്ഞപ്പോൾ അഹങ്കാരം, മമകാരം, മമഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ കാണാം. അപ്പം മമ എന്ന് പറഞ്ഞാൽ ഈ അസ്മദ് ശബ്ദം, അതിൻ്റെ അസ്മദാണ് ശബ്ദം. ആ ശബ്ദത്തിൻ്റെ പ്രഥമ ഏകവചനമാണ് അഹം. ആ പ്രഥമ ഏകവചനത്തിന് അത് പിന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഷഷ്ടി ഏകവചനം കിട്ടും. അതാണ് മമ, എൻ്റെ എന്നർത്ഥം. അപ്പം എൻ്റെ എന്ന് പറയാൻ എൻ്റെ എന്ന് പറയാൻ പറ്റാത്ത വിധം ജ്ഞാനം നേടിയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ നിർമ്മമ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ എന്ന് പറയണമെങ്കിൽ ഓണർഷിപ്പ് വന്നു. ആ ഓണർഷിപ്പ് ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിതാ എൻ്റെ എന്നുള്ളത് കളഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു സങ്കല്പം കൊണ്ട് പോകുന്ന ഓണർഷിപ്പ് മമത്വമല്ലിത്. അപ്പം നമ്മൾക്ക് സങ്കല്പിക്കാം ഇനി ഇതൊന്നും എൻ്റെ അല്ല, സങ്കല്പിച്ചാൽ കുറച്ച് തരും, പിന്നെയോ ഇതാണ് എൻ്റെ. അപ്പം നമ്മുടെ ഈ സങ്കല്പിച്ച് മമത്വം എൻ്റേതല്ല എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇത് എൻ്റേതല്ല എന്നിങ്ങനെ സങ്കല്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇങ്ങനെ സങ്കല്പിച്ച് പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സങ്കല്പം കൊണ്ടുണ്ടായതല്ല മമത്വം. ഇതാണ് നമ്മുടെ ഞാൻ സങ്കല്പിച്ചെനിക്ക് മമത്വം ഉണ്ടാക്കി, അങ്ങനെയല്ല. മമത്വത്തോടു കൂടിയാണ് നമ്മൾ വന്നത്. അതായത് നമ്മുടെ ഒരു ഇൻട്രൻസിക് പാർട്ട് എന്നത് നമ്മുടെ ഇന്ന് മാറ്റാൻ സാധിക്കാത്തവണ്ണം കിടക്കുന്ന ഒന്നാണ് ഈ അഹമെന്നും മമ എന്നും പറയുന്ന ഈ രണ്ടെണ്ണം. ഞാനും എൻ്റേതും. ഞാൻ ഉള്ളിടത്തോളം കാലം എൻ്റെ ഉണ്ടാവും. കാരണം അഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഥമ ഏകവചനമായി. അഹം ഒരിക്കൽ പ്രഥമ ഏകവചനമായിട്ട് അഹം കിട്ടിക്കഴിഞ്ഞാൽ പ്രഥമ ഏകവചനത്തിൽ ഒരു വാക്കും നിൽക്കത്തില്ല. അസ്മദ് ശബ്ദം പ്രഥമ ഏകവചനത്തോടു കൂടി അവസാനിക്കത്തില്ല. പിന്നെന്തായി, പിന്നത് അഹമാവാം വയത്തിലേക്ക് പോയി. ആ അഹമാവാം വയത്തിൽ നിന്ന് അത് നേരെ മമയിലോട്ടും പിന്നെ മൈ എന്ന് പറഞ്ഞ് എന്നിലും ഒക്കെ ആയിട്ട് അങ്ങ് നിൽക്കുന്നർത്ഥം. അതുകൊണ്ട് ഈ മമത്വം, ഈ മമഭാവം ഉണ്ടല്ലോ, നിർമ്മമത്വം കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രഥമ ഏകവചനം തന്നെ വരുന്നത് ഇല്ലാതാവണം. എന്ന് പറഞ്ഞാൽ അഹം തന്നെ വരുന്നത് ഇല്ലാതാവണം. അവിടെയാണ് അതിൻ്റെ സൊല്യൂഷൻ കിടക്കുന്നത്. അല്ലാതെ ഈ നിർമ്മമയിൽ കയറിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. അപ്പം നിർമ്മമഹ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. മമത്വം എന്താ, മമത്വ നിർഗത മമഭാവ, ഇത്രയും കഴിഞ്ഞ്. എന്നിട്ടോ ശാന്ത, അപ്പം തന്നെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ശാന്തനായത്. അവനവൻ്റേതായിട്ടുള്ള ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ, ശാന്തനായാലും എന്താ കുഴപ്പം? ഈ അവനവൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണല്ലോ അത്. അവനവൻ്റെ ആൾക്കാരുണ്ടാകുമ്പോഴാണല്ലോ പറയുമ്പോൾ നമുക്ക് അവർ ഞാൻ പറഞ്ഞിട്ട് അവർ കേട്ടില്ല. ഇനി പറയണമെന്നുണ്ടെങ്കിൽ എന്താ, ഈ അവനവൻ്റെ എന്നുള്ളത് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നുള്ളത്. അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറയാനും പോകത്തില്ല, പിന്നെ കേൾക്കാനും പോകത്തില്ല. ഇതേമാതിരി ഇങ്ങനെ. അപ്പോൾ ഇത് എല്ലാ കാര്യത്തിലും ബാധകമാണ്. അപ്പം ഈ ഇത് പിന്നീട് അവനവൻ്റേതെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും സംരക്ഷിക്കുവാൻ ഇവൻ മെനക്കെടുന്നില്ല. ഈ മാതിരി എന്തോ നമ്മൾ ഈശാവാസ്യോപനിഷത്തിനകത്ത് ഒരു മന്ത്രം ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഇതിനൊന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്നുള്ള തരത്തിൽ. ആരാരെ കൊല്ലും എന്ന് പറഞ്ഞത് മാതിരി തന്നെ പിന്നെ സംരക്ഷിക്കത്തില്ല എന്നുള്ള രീതിയിൽ ആ മന്ത്രം അതിനടുപ്പിച്ച് കിടപ്പുണ്ട്.
തതോ ന വിജുഗുപ്സത്തെ, തതോ ന വിജുഗുപ്സത്തെ ന ഗോപായിതും ഇച്ഛതി. ഗോപായിതും ടു പ്രൊട്ടക്റ്റ്, രക്ഷണെ, ഗുപ്പ് രക്ഷണെ, പിന്നെ രക്ഷിക്കുവാൻ ഈ പ്രയത്നിക്കുന്നില്ല, ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മമത്വം ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷ വരുന്നുള്ളൂ. എൻ്റേത് എന്നുള്ളത് വരുമ്പോഴാണല്ലോ രക്ഷ വരുന്നത്. എൻ്റേതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ രക്ഷിക്കുക എന്ന് പറയുന്നത് ആവശ്യമില്ല. എൻ്റെ ലോകത്തെ ഞാൻ രക്ഷിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ ലോകം ആയെങ്കിലല്ലേ എൻ്റെ ലോകത്തെ രക്ഷിക്കുന്ന പ്രശ്നം ഉദിക്കത്തുള്ളൂ. പാതാളത്തിൽ പൊട്ടിത്തെറി, അതുകൊണ്ട് ഞാനവിടെ പോയി രക്ഷിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതാളവും ഞാനുമായിട്ടൊരു ബന്ധവുമില്ല, ഞാൻ അറിയത്തുപോലുമില്ല. അപ്പോൾ പിന്നെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല, എൻ്റെ ലോകം അല്ലാത്തത് കൊണ്ട്. അപ്പം ശാന്ത, അങ്ങനെയുള്ള ആള് ബ്രഹ്മഭൂയായ കൽപ്പത്തെ, ബ്രഹ്മഭൂയായ, ബ്രഹ്മമാകുവാൻ എന്ന്. ഇവിടെന്താ ബ്രഹ്മമാകുവാൻ എന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി എന്നുള്ളതിലേക്ക് എത്തുവാൻ, ഇത്രയുള്ള അതിൻ്റെ അർത്ഥം. അപ്പം ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അഹങ്കാരം, ബലം, ദർപ്പം ഇതൊക്കെ ജ്ഞാനം കൊണ്ട് മാത്രമേ പോകുന്നതാണ്, അല്ലാതെ ഇത് സങ്കല്പം കൊണ്ട് പോകുന്നതല്ല. അപ്പോൾ ഇത് ഈ നമ്മൾ സങ്കല്പം വെക്കുമല്ലോ, മമോപാത്ത സമസ്ത ദുരിതക്ഷയം എന്ന് പറഞ്ഞിട്ടുള്ള ആ സങ്കല്പം വെക്കുമല്ലോ, എൻ്റെ ദുരിതം ക്ഷയിക്കുവാൻ വേണ്ടിയിട്ട് അഹമിതം കരിഷ്യേ, ഞാനിത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ആരാധനാം കരിഷ്യേ, അല്ലെങ്കിൽ അർച്ചനം കരിഷ്യേ എന്നൊക്കെ പറയുമല്ലോ. പക്ഷേ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഹോമം ചെയ്യുന്നു, ഇതൊക്കെ ഈ സങ്കല്പമുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഹങ്കാരം ത്യജിക്കുവാൻ വേണ്ടി ഞാൻ ഈ ഹോമം ചെയ്യുന്നു, ഒരു കാര്യവുമില്ല. ഹോമം ചെയ്യുന്നവൻ അഹമുള്ളവനെ ഹോമം ചെയ്യാൻ പറ്റത്തുള്ളൂ. അഹങ്കാരം ഇല്ലാത്തവന് ഹോമം എവിടെ ഹോമം? കാരണം അഹംകർത്ത, അതാണല്ലോ. കർത്താവില്ലെങ്കിൽ പിന്നെ ഹോമം ഇല്ലല്ലോ. കർത്താവില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഹോമം ചെയ്യുക? അഹമാണ് കർത്ത. അഹം കർത്ത എന്ന് പറയുന്നുണ്ടെങ്കിൽ മാത്രമേ, ഹോമം എന്ന് പറഞ്ഞാൽ കർമ്മമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കർമ്മം തന്നെ ചെയ്യാൻ ആളില്ലാണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ സാധ്യമാവത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതില്ലാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, പിന്നെ കർമ്മത്തെ പരിപൂർണമായിട്ട് ആശ്രയിക്കാത്ത വ്യക്തിക്ക് പിന്നെന്താ ഉള്ളത്? കർമ്മഫലത്തിന് അധികാരമില്ല, കർമ്മഫലമില്ല. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കർമ്മഫലമാണ് ലോകം. കർമ്മഫലം അല്ലാതെ ലോകം എന്ന് പറയുന്ന ഒന്നില്ല. നമ്മൾ ഈ ലോകത്തിൻ്റെ ഒരു അല്പം സ്വല്പം എന്ന് പറയുന്ന പോലെ നമ്മൾ കർമ്മഫലത്തിന് അല്പമായിട്ട് കാണുന്നു. പക്ഷെ അങ്ങനെയല്ല കാണേണ്ടത്. കർമ്മഫലം രൂപപ്പെട്ടതാണ് ലോകം. അവനവൻ്റെ കർമ്മഫലമാണ് ഈ ലോകമായിട്ട് നിൽക്കുന്നത്. ഇത് ആലോചിച്ച് നോക്കിക്കേ. ഈ കാണുന്ന പൂക്കളും ചെടികളും പുൽച്ചാടിയും എല്ലാമായിട്ട് നിൽക്കുന്നത് നമ്മുടെ കർമ്മഫലമാണ്. കാരണം ഇത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് കാണൽ എന്ന് പറയുന്ന കർമ്മഫലമായിട്ട് നമ്മുടെ കർമ്മം കിടന്നതുകൊണ്ടാണ്. ആ കാണൽ എന്ന് പറയുന്ന അനുഭവത്തിന് യോഗ്യമാകുന്ന തരത്തിൽ ഇത് വന്നു ഭവിച്ചു. അപ്പം നമുക്ക് കർമ്മഫലത്തിന് വേണ്ടിയിട്ട് ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, ജീവഭോഗായ, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ജീവൻ്റെ ഭോഗത്തിന് വേണ്ടിയിട്ടാണ് അയം ലോകഃ, ഈ ലോകം കിടക്കുന്നത്. ആ ഒരൊറ്റ സിദ്ധാന്തം എടുത്താൽ മതി, അല്ലെങ്കിൽ ഒറ്റ വരി എടുത്താൽ മതി. ജീവഭോഗത്തിന് വേണ്ടിയിട്ടാണ് ലോകം. ഏതാണ് ആ ജീവൻ? അഹമേവ സജീവ. അല്ലാതെ ഞാൻ ജീവനല്ല, ഞാൻ ബ്രഹ്മമാണ്, ബാക്കിയുള്ളവരെല്ലാം നാട്ടിൽ കിടക്കുന്നത് മുഴുവൻ ജീവന്മാരാണ്. അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. അഹമേവ ജീവ. എന്തുകൊണ്ട് നമുക്ക് ഞാനാണ് ജീവൻ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ജീവൻ ഞാനാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ജനിച്ചു എന്നെനിക്കറിയത്തില്ല എന്നുണ്ടെങ്കിലും ഞാൻ ജനിച്ചു എന്നുള്ളത് മറ്റുള്ളവർ പറഞ്ഞ് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ജനിച്ചു. അല്ല, ഇപ്പം ശരിക്കും ഞാൻ ജനിച്ചു എന്നുള്ളതിന് എന്താ തെളിവെന്താണെന്ന്? ഞാനിപ്പം ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് ജനിച്ചു എന്നുള്ളതിനൊരു തെളിവല്ലല്ലോ. ഇനി ജനിക്കാതിരുന്നിട്ടും ജീവിക്കാമല്ലോ. പക്ഷെ ബാക്കിയുള്ളവർ സമ്മതിക്കത്തില്ല. അവർ പറഞ്ഞ് നീ ജനിച്ചു. കാരണം അവരുടെ ഈ തെളിവുണ്ട് ജനിച്ചതിന്. ചിലപ്പോഴാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ വന്നിട്ട് പറയും ഞാൻ ജനിച്ചിട്ടേ ഇല്ല, ഞാൻ പണ്ടേ ഉള്ളവനായിരുന്നു. അപ്പോൾ ആൾക്കാർ തിരയാൻ തുടങ്ങും. ഇങ്ങനെ തിരയാൻ തുടങ്ങുമ്പോൾ ആ ശരിയാണല്ലോ, ഇദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷണവും കാണുന്നില്ലല്ലോ. എന്താണ് എന്താ റെക്കോർഡില്ലല്ലോ. റെക്കോർഡില്ലാത്ത കഴിഞ്ഞപ്പം ഉടനെ സയൻറ്റിസ്റ്റുകൾ വന്നിട്ട് പറയും ഞാൻ ശരീരത്തിൻ്റെ ഒരു 10 മുടിയൊന്നും വേണ്ട, ഒരു മുടി കൊണ്ടുപോയിട്ട് ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കാർബൺ ടെസ്റ്റിങ്ങും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പല പരിപാടികൾ കയ്യിലുള്ളത് കാരണം DNA ടെസ്റ്റിങ്ങും കാർബൺ ടെസ്റ്റിങ്ങും പല പരിപാടികളുള്ളത് കാരണം എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ട് പറയുന്നു ഇത് 45 അല്ലെങ്കിൽ 65 വയസ്സ്
65 വർഷം പഴക്കമുള്ള സാധനമാണ്. അപ്പോൾ അതോടുകൂടിയിട്ട് ഈ ശരീരം ജനിച്ചിരിക്കുന്നത് 65 വർഷത്തിന് മുമ്പാണ് എന്ന് എസ്റ്റാബ്ലിഷ്ഡായി. അതോടുകൂടി ഞാൻ നിത്യമായിട്ട് പണ്ടേ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതൊന്നും സാധിക്കാതെ. അപ്പം ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, ഒരു ഉത്പത്തി ഉണ്ടായി. അതാരാ ഉത്പത്തി ഉണ്ടായത്? ഈ ജീവൻ. അവൻ ജീവൻ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കർമ്മഫല ഉപഭോഗത്തിന് വേണ്ടിയിട്ട് ജീവൻ വന്നു. ആരുടെ കർമ്മഫലം? വല്ലവൻ്റെയും കർമ്മഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. അവനവൻ്റെ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട രീതിയിൽ നമുക്ക് കർമ്മഫലം തരാൻ ബാക്കിയുള്ളവർ നിൽക്കുകയാണ്. നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന തരത്തിൽ കുറച്ചെണ്ണങ്ങൾ നിൽക്കും, നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത തരത്തിൽ കുറച്ചെണ്ണങ്ങൾ നിൽക്കും. നമുക്ക് അപ്പോൾ അതാണ് കർമ്മഫലം. വേറെ ഇപ്പം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഇത് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് രസമുള്ളൊരു വിഷയവുമായതുകൊണ്ട് 2 വാക്ക് അധികം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചുരുക്കത്തിൽ അവിടെ നമ്മൾ എന്താ ചെയ്യാന്ന്, അവിടെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഈ കാര്യം അങ്ങോട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് നിർമ്മമത്വം അവിടെ കാണിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മഭൂയായ കൽപ്പത എന്നുള്ളതിൽ. കാരണം മമത്വം ഉള്ളത് കൊണ്ടാണല്ലോ പ്രശ്നമുണ്ടായത്. ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം നിർബന്ധമില്ല. ഞാൻ എൻ്റെ ആൾക്കാരെന്ന് വിചാരിച്ചിരിക്കുന്ന ആയിട്ട് കണക്കാക്കുന്നവർ കേൾക്കണം എന്നുള്ളത് മാത്രമേ ഓരോരുത്തരുടെയും മനസ്സിലുള്ളൂ. അല്ലാതെ നാട്ടുകാർ മുഴുവൻ കേൾക്കണമെന്നോ വഴി കൂടെ പോകുന്നവർക്ക് കേൾക്കണമെന്നൊന്നും ആർക്കും മനസ്സിലില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവനവൻ്റെ കർമ്മഫലമാണ് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളായിട്ട് വരുന്നത്. 2, അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ കർമ്മഫലത്തിന്മേൽ കയറി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. കർത്താവ് കർമ്മം ചെയ്ത് തീർന്നതിന് ആകയാൽ ആ മേഖലകളിൽ ഇനി ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പിന്നെ ഇപ്പം എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, അതായത് വരാൻ പോകുന്നതിന്മേൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ വന്നു പോയതാണെന്നുണ്ടെങ്കിൽ പ്രാരബ്ധം, അതാണ് പ്രാരബ്ധം. അതിന്മേൽ ഇനി നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന്മേൽ കയറി ഒന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിട്ട ശരത്തിന്മേൽ പോയിട്ട് ആ ശരം കയറി പിടിക്കണമെന്നുണ്ടെങ്കിൽ ശരത്തിനേക്കാളും വേഗത്തിൽ നമ്മൾ ഓടണം, എന്നിട്ട് കയറി പിടിക്കണം. അപ്പോൾ അത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ, പറ്റുന്നവരുണ്ട്, അവർക്ക് ചെയ്യാം. പറ്റത്തില്ല എങ്കിൽ പിന്നെന്താ നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗം? നിർമ്മമത്വം. അപ്പോൾ അവിടെയാണ് നമുക്ക് ജ്ഞാനത്തോടു കൂടിയിട്ട് ഇതുമായിട്ട് കർമ്മഫലമായിട്ട് വന്നവയും ഞാനുമായിട്ട് ബന്ധമില്ല എന്ന് ജ്ഞാനത്തിലൂടെ നമ്മൾ സ്ഥാപിക്കണം. കർമ്മഫലമായിട്ട് വന്ന ലോകവുമായിട്ട് എനിക്ക് ബന്ധമില്ല, കർമ്മഫലമായിട്ട് വന്ന ദേഹമായിട്ട് നമുക്ക് ബന്ധമില്ല. ഈ ദേഹത്തെ നമ്മൾ കർമ്മഫലമായിട്ട് കാരണം അത് ദേഹോപാധി, ദേഹരൂപത്തിലുള്ള ഉപാധി, ജീവോപാധി, ജീവന് ദേഹമായിട്ട് വന്നിരിക്കുന്നത് അത് ഈ കർമ്മഫലമാണ്, അല്ലാതെ മറ്റൊന്നല്ലല്ലോ. കർമ്മഫലം ഭോഗാർത്ഥം, കർമ്മഫലം തന്നെ ഒരു ശരീരരൂപത്തിലും കൂടെ വന്നു, ഇത്രയേ ഉള്ളൂ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സായിട്ട് നിൽക്കുന്നതും അത് തന്നെയാണ്. ബാക്കിയുള്ളത് എല്ലാമായിട്ട് നിൽക്കുന്നതും ബുദ്ധിയായിട്ട് നിൽക്കുന്നതും ഇന്ദ്രിയങ്ങളായിട്ട് നിൽക്കുന്നതും ഒക്കെ ഈ കർമ്മഫലത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അതല്ലാതെ നമുക്ക് കർമ്മഫലം ഈ അനുഭവിക്കാൻ വരുന്ന ഇത് മാത്രമാണ് കർമ്മഫലം എന്ന് പറയണ്ട. കർമ്മഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹം കിട്ടിയതിൽ ഉൾപ്പെടെ സർവ്വതും ഈ കർമ്മഫലം തന്നെയാണ്. അല്ലാതെ അതിന് നമ്മൾ പുറത്ത് വേറെ കാരണമൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഒറ്റ കാരണമേ ഉള്ളൂ, കർമ്മഫലം. പിന്നത്തെ കാരണം എന്ന് പറഞ്ഞാൽ വേറെന്താ ഉള്ളത്? ഒന്നുമില്ല. അതുകൊണ്ട് ആ ഒറ്റ കാരണമാണ് ദേഹത്തിനാണേലും ശരി, ലോകത്തിനാണേലും ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞിട്ട്, ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സാധ്യമാകും നിർമ്മമത്വം. അങ്ങനെ നിർമ്മമത്വം ഉണ്ടെങ്കിൽ ബ്രഹ്മഭൂയായ കൽപ്പത്തെ, ആ വ്യക്തിക്ക് ബ്രഹ്മജ്ഞാനം നേടി എന്താകാം? ബ്രഹ്മമായിട്ട് ഇരിക്കാം. മാറാം എന്ന് പറയുന്നത് ശരിയല്ല, ബ്രഹ്മമായിട്ട് ഇരിക്കാം. എന്താണ് ബ്രഹ്മമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി എന്ന് തിരിച്ചറിഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഉടനെ തന്നെ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ ഉടനെ ഈ മറ്റെന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിക്കരുത്. അഹം ബ്രഹ്മാസ്മി എന്നറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഈ കർമ്മഫലവും ഭോക്താവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ടു. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത് കാരണം
പെട്ടെന്ന് ഒരൊറ്റ നിമിഷം കൊണ്ട് ആ നിമിഷം തന്നെ സർവ്വതും അന്യമായി പോകും. ഇതാണ് അതിൻ്റെ പ്രത്യേകത, അല്ലാതെ വേറൊന്നുമല്ല. സർവ്വതും അന്യമായി പോകും. സർവ്വതും അന്യമായി പോകുക എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരം എന്ന് മുമ്പ് പറഞ്ഞിരുന്നത് ഉൾപ്പെടെയുള്ളതെല്ലാം അന്യമായിട്ട് മാറും. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യമായിട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ തരത്തിൽ ഇത് വന്നതാണ്, അല്പകാലത്തേക്ക് നിൽക്കുന്നതാണ്, പോകുന്നതാണ് എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയുന്നു. അങ്ങനെ സകലത്തിനെയും കാണും, അങ്ങനെ ലോകത്തിനെയും കാണും. സർവ്വതും അങ്ങനെ ആയി കഴിയുമ്പോൾ പിന്നെ അവശേഷിക്കുന്നത് എന്താ? പിന്നെ അവശേഷിക്കുന്നത് സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ. അതാണ് ബ്രഹ്മഭൂയായ കൽപ്പന. അപ്പോൾ ഇത്രയും എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് പിന്നുള്ളത് അവശേഷിക്കുന്നത് ഒരു അന്ധക്കരണം ഉണ്ടല്ലോ, നമ്മളൊരു മനസ്സെന്നൊക്കെ പറഞ്ഞാൽ അതില്ലാണ്ടാകുമോ? അതുകൊണ്ടാണ് അവിടെ പ്രസന്നത അവശേഷിക്കും. ഈ വ്യക്തി പ്രസന്നനാകും. അപ്പോൾ ഇതാണ് ബ്രഹ്മഭൂത പ്രസന്നാത്മ ന ശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭത്തെ പരാം ബ്രഹ്മഭൂത. അപ്പോൾ ഇപ്രകാരം ബ്രഹ്മഭൂതമായി, ബ്രഹ്മരൂപത്തിലുള്ള ഭൂതം എന്നല്ല, ബ്രഹ്മമായിട്ട്, ബ്രഹ്മഭൂതനായിട്ട് എന്നൊക്കെ നമ്മൾ മലയാളത്തിലൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഭൂത എന്നർത്ഥം ആയിട്ട് എന്നാണ്, അല്ല വേറെ ഒന്നും അർത്ഥമല്ല. ബ്രഹ്മഭൂത എന്ന് പറഞ്ഞാൽ ബ്രഹ്മമായിട്ട്. അപ്പം ഇപ്പം ബ്രഹ്മമായെങ്കിൽ മുമ്പ് എന്തായിരുന്നു എന്നോ? മുമ്പ് കർത്താവായിരുന്നു, അല്ലെങ്കിൽ ഭോക്താവായിരുന്നു, അല്ലെങ്കിൽ ജീവനായിരുന്നു. ഇപ്പോൾ മുമ്പ് ജീവനായിരുന്നു, ഇപ്പോൾ ബ്രഹ്മമായി. അതുകൊണ്ടാണ് ബ്രഹ്മഭൂത. ജീവനായിരുന്നപ്പോൾ, ജീവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, കർത്താവും ഭോക്താവും എന്നുള്ള സംസാരി. ഇതാണ് ജീവനെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഒന്നേ ഉള്ളൂ, സംസാരിയായിരുന്നു. മുമ്പ് സംസാരിയായിരുന്നു, ഇപ്പോൾ സംസാരിയല്ല. അതുകൊണ്ട് സംസാരിയായപ്പോൾ മമത്വമുണ്ട്, സംസാരി അല്ലാതായപ്പോഴാണ് നിർമ്മമത്വം. അങ്ങനെയാണ് ഇത്. അങ്ങനെ നിർമ്മമത്വം ഉള്ളത് കൊണ്ടാണ് ബ്രഹ്മഭൂത പ്രസന്നാത്മ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ബ്രഹ്മാനന്ദം എന്നൊക്കെ പറഞ്ഞിട്ട് ഉടൻ തന്നെ അത് ദേഹം മുഴുവൻ പൂത്തിരി കത്തുന്നത് പോലെ സുഖം ഉണ്ടാകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സങ്കല്പിച്ചുകൊണ്ട് അത്യധികമായിട്ടുള്ള ആനന്ദം കൊണ്ടുവരാൻ സാധിക്കുന്നു. അങ്ങനെ ആ തരത്തിലുണ്ടാകുന്ന ഹർഷവൃത്തികളെന്ന് പറയും ഇതിനൊക്കെ, വൃത്തികൾ. ആ തരത്തിലുള്ള ആനന്ദവൃത്തികളോ ഹർഷവൃത്തികളോ ഉന്മാദത്തിലേക്ക് നയിക്കുന്ന ഉന്മാദത്തിന് സമാനമായ അത്യധികമായ ഹർഷവൃത്തികളോ ഇതൊന്നുമല്ല ഇതിനകത്ത്. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം വൃത്തികളാണ്. വൃത്തികളെ അല്ല ബ്രഹ്മം എന്ന് പറയുന്നത്. ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരൂപമാണ് ബ്രഹ്മം. അതുകൊണ്ട് അത്യധികമായിട്ടുള്ള ആനന്ദം ഇവൻ ഇപ്പോൾ അനുഭവിച്ചു, ബ്രഹ്മമായിട്ട്. പിന്നെ അതിന് ശേഷം പിന്നെ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു, എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടി ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അതൊക്കെ എന്ന് പറയുന്നത് വെറും വാക്കിലുള്ള പ്രയോഗങ്ങൾ മാത്രമാണ്. ഇതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കാണാം. ഇങ്ങനെയൊക്കെയുള്ള 10 തലയുള്ള സർപ്പം എന്ന് പറയുന്നത് പോലെ പലതും നമുക്ക് കാണാം. പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഇതല്ല യാഥാർത്ഥ്യം എന്നാർക്കെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പോയിട്ട് പരിശോധിക്കാം. അവർക്ക് സ്വന്തമായിട്ടുള്ള രീതിയിൽ അതിന്മേൽ അവർക്ക് അതൊരു ഗവേഷണം നടത്തിയിട്ട് അവർക്ക് സ്വന്തമായിട്ട് അനുഭവിക്കാം. നമുക്ക് വേണമെങ്കിൽ അവരോട് പറയാം, പോയി അനുഭവിക്കുന്ന അവരുടെ അടുത്ത് പറയാം. അല്ലാതെ നമ്മൾ വേറെ ഒരിടത്ത് അനുഭവിക്കാൻ പറയത്തില്ല. അവരുടെ അടുത്ത് പറയാൻ പോയിട്ട് അനുഭവിച്ച ശേഷം വന്ന് പറയും. അപ്പോൾ അവർ പറയും അത് അനുഭവിക്കാൻ എന്ന് പറഞ്ഞ് നമ്മളൊക്കൊന്നും പറ്റത്തില്ല. അത് ഒരുപാട് തപസ് ചെയ്ത് ഋഷീശ്വരന്മാർക്ക് അനുഭവിക്കും. എന്തിനാ നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യം മറ്റുള്ളവരുടെ കാര്യത്തിനാണ് പറയുന്നത്? അവനവന് അറിയാവുന്ന കാര്യങ്ങൾ, അവനവൻ്റെ യുക്തിയിൽ കൊതുങ്ങുന്ന കാര്യങ്ങൾ ഒക്കെ പറയുക എന്നുള്ളത്. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇത് ഗരുഡൻ്റെ പുറത്ത് സഞ്ചരിക്കുന്ന വിഷ്ണു വന്നിട്ട് എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പറഞ്ഞു എന്നൊക്കെ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ മതത്തെ വിശ്വസിക്കാത്തവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തു പറയും ഇങ്ങനെയുള്ള ആൾക്കാരെടുത്ത്? അപ്പോൾ അതുപോലെ ആൾക്കാർ മതത്തിൻ്റെ പേരിൽ ഓരോന്നും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെയൊക്കെ അത് സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. അതൊരു പ്രശ്നമാണ്, അത് സമൂഹത്തിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ ആധ്യാത്മികത പ്രശ്നമല്ല. അപ്പോൾ ഇവിടെ നമുക്കിത് തിരിച്ചറിയണം. ഈ ആധ്യാത്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ നിർമ്മമത്വം കളയാനാണ് ഭഗവാൻ പറയുന്നത്. അല്ലാതെ ഈ ഹർഷം ഇങ്ങനെ ഈ ശരീരത്തിൻ്റെ രോമകൂപങ്ങളിലെല്ലാം
ഒരു കോടി ദിവാകര സൂര്യന്മാരുദിക്കുന്നത് പോലെ കണ്ണടച്ച് കഴിയുമ്പോൾ ഒരു പ്രകാശജ്വാല വന്ന് മിന്നിമറിയുക. പിന്നെ പല വിധത്തിലുള്ള വിചിത്രങ്ങൾ, അതായത് നമ്മൾ ഈ ഇതുണ്ടല്ലോ ലൈറ്റ് ഇങ്ങനെ പല കളറുകളിൽ ഇങ്ങനെ മിന്നി മിന്നി ഒരു ലൈറ്റ് തന്നെ പല കളറിൽ മിന്നുന്നത്, അതേമാതിരി കണ്ണടച്ച് കഴിഞ്ഞ് ഇങ്ങനെ മിന്നുന്ന ലൈറ്റുകളെല്ലാം പ്രകാശിക്കുക. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള അഭ്യാസങ്ങൾ ഉണ്ട്. അതിലൊന്നും വീണു പോകരുത്. പിന്നെ വേറെ ചില അഭ്യാസങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനിക്കാൻ വേണ്ട ഇരുന്ന് കഴിയുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് ഒരു 5 അടി അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 1 അടി 1.5 അടി അങ്ങനെ സ്വയം അങ്ങോട്ട് മുകളിലോട്ട് ഉയർന്നു. അപ്പോൾ അതാണ് ദിവ്യതയുടെ ലക്ഷണം. പിന്നെ ആകാശസഞ്ചാരം അവർക്ക് സാധ്യമാകുന്നു. പിന്നെ ഒരേ സമയം 4 കുമ്പിടി ഒരേ സമയത്ത് 4 പ്രത്യക്ഷപ്പെടുക. ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങൾ കഥകളുണ്ട്. അത് കഥകളായിട്ട് തന്നെ നിൽക്കത്തേ ഉള്ളൂ. പിന്നെ വേറെ ചിലർ അതിലും വലിയ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരും. അവർ ഇന്നടത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ 10,000 വർഷം പഴക്കമുള്ള ആൾ ധ്യാനിക്കുന്നത് കണ്ടു. വേറെ ചിലടത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് 20,000 വർഷം ആയിട്ട് ഇദ്ദേഹം തപസ്സിലായിരുന്നു. വേറെ ചിലടത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 30,000 വർഷം ഇദ്ദേഹം ഈ ഗുഹയിൽ തന്നെയായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കഥകളും ഒക്കെ നമ്മൾ കേൾക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് കഥകളായിട്ട് തന്നെ വെച്ചേക്കുക എന്നേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തിനും മറ്റുള്ളവരുടെ കാര്യത്തിനകത്ത് ഇതിനകത്ത് അന്വേഷിക്കാൻ പോകുന്നത്. ഇവിടെ അവനവൻ്റെ നിർമ്മമത്വം കളയാനുള്ള കാര്യമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ മറ്റേയാൾ 10,000 വർഷം ജീവിച്ചിരുന്നോ 20,000 വർഷം ജീവിച്ചിരുന്നോ എന്നത് നോക്കേണ്ട കാര്യമില്ല. ഇത്തരത്തിൽ നമ്മളങ്ങ് മാറ്റിയേക്കണം. അല്ലാതെ നമ്മൾ ഇവരടുത്ത് കുസ്തി കൂടാൻ പോകരുത്. ഈ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ചക്രമാണ്, അതൊരു സംസാര ചക്രമാണ്. അപ്പം ആധ്യാത്മികതയുടെ പേരിലുള്ള സംസാരത്തിന്മേൽ നമ്മൾ കുടുങ്ങിപ്പോയി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുടുങ്ങിപ്പോകരുത്. ഇവിടെ എന്താ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിവേകജ്ഞാനം വേണം, വൈരാഗ്യം വേണം, ആത്മജ്ഞാനം വേണം, മുക്തി വേണം. ഇത്ര സിമ്പിളായിട്ടേ പോകാവൂ. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ എന്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാലും പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് ഭഗവത്ഗീത മുഴുവൻ നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെ കാരണം അത്രത്തോളം സിംപ്ലിഫൈഡ് ആണ് കാര്യങ്ങളെന്ന് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഈ ഭഗവത്ഗീത മുഴുവൻ കേട്ടിട്ട് ഈ പറഞ്ഞിരിക്കുന്നതൊന്നും നമ്മുടെ മനസ്സിൽ നിൽക്കത്തില്ല. നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന എന്തെങ്കിലും വിചിത്രമായ കഥകളും കൊണ്ട് ആരെങ്കിലും പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും എന്നുള്ളത്. അവിശ്വസനീയമായ കഥകളിൽ തൽപരരായിട്ടാണ് പോകുക എന്നുള്ളത്. അനുഭവത്തിലും വരത്തില്ല, വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. ഇതാണ് കുറച്ച് ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാം, ചില കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അനുഭവത്തിലും കൊണ്ടുവരാം. ഇത് ഒരിക്കലും അവനവൻ്റെ അനുഭവത്തിലും വരത്തില്ല, ഒരു തരത്തിലും വിശ്വസിക്കാനും പറ്റത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെ മഹത്വവൽക്കരിച്ചുകൊണ്ട് നടന്നാൽ വേറെ പ്രശ്നമൊന്നുമില്ല, നടക്കാം. അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനൊരു കുറ്റം പറയലില്ല, നടക്കാം. എന്താ പ്രശ്നമൊന്നുമില്ല. എല്ലാ കാര്യത്തിലും എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ളത്. ഇവിടെ നമുക്ക് ദുര്യോധനന് ക്ഷേത്രമുണ്ട്. അതുകൊണ്ട് രാവണന് ആണെങ്കിൽ ആരെങ്കിലും ക്ഷേത്രം പണിയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ രാവണന് ക്ഷേത്രം പണിയാം. അസുരന്മാർക്ക് ആരാധിക്കുന്ന ആൾക്കാരുണ്ട്, പിശാചുക്കളെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ആരാധന എപ്പോഴും ഭഗവാനെ തന്നെയാണെന്ന് അങ്ങനെ നമ്മൾ കാണത്തില്ല. നമ്മുടെ ഈ എല്ലാത്തരം ആൾക്കാരെയും ഇവിടെ ഭജിക്കുന്ന ആൾക്കാരെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില ക്ഷേത്രങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താണ് വക്കീലമ്മാവൻ്റെ ക്ഷേത്രമുണ്ട്, കോട്ടയത്ത് മറ്റോ തോന്നുന്നു. അവിടെ ഒരു വക്കീല ആണ്, ഏതോ ഒരു വക്കീൽ. ആ വക്കീലിൻ്റെ വേണ്ടിയിട്ട് ആൾക്കാർ, ആ കുടുംബക്കാരൊരു ക്ഷേത്രം പണിതു. ആ ക്ഷേത്രത്തിൽ വക്കീലമ്മാവിനെ പോയിട്ട് ആൾക്കാർ പോയിട്ട് എന്തോ ഒരു വഴിപാടുണ്ട്. ആ വഴിപാട് കഴിച്ചാൽ കേസിൽ ജയിക്കും എന്നുള്ള വിശ്വാസത്തിൽ അവിടെ പോകുന്നത്. ഗാന്ധാരി അമ്മൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്തൊരു ക്ഷേത്രം, ഗാന്ധാരിക്ക് ക്ഷേത്രമുണ്ട്. പിന്നെ ദുര്യോധനന് ക്ഷേത്രമുണ്ട്. പിന്നെ ദുശാസനുണ്ടോ എന്നറിയത്തില്ല. ഇങ്ങനെ സകലർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ക്ഷേത്രം പണിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ക്ഷേത്രം പണിയണമെന്ന് തോന്നി ക്ഷേത്രം എന്ന് പറയും. അപ്പോൾ അതൊക്കെയാണ് ഓരോ തരത്തിലും വിശ്വാസങ്ങളിൽ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ആരാധനാലയങ്ങളിലും ഭഗവാനാണ് വെച്ച് പൂജിക്കുന്നത്. ഇതൊന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക നടക്കേണ്ട കാര്യമില്ല. അവർക്ക് ഇഷ്ടമുള്ളത് അവർ പൂജിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്കതങ്ങ് വിട്ടേക്കണം. അപ്പോൾ ഇങ്ങനെ ആയി കഴിയുമ്പോൾ എന്താണ്, ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭത്തെ പരാം. എന്താ അടിക്കണം, ഇങ്ങനെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളില്ലേ ഇതൊക്കെ അങ്ങോട്ട് വിട്ടിട്ട് ബ്രഹ്മഭൂത ബ്രഹ്മമായിട്ട്, പ്രസന്നാത്മാ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രസന്നാത്മാവാകണം. പ്രസന്നാത്മാ എന്ന് പറഞ്ഞാൽ ആത്മാ ഇവിടെ അന്ധകരണമാണ്. അതുകൊണ്ട് പ്രസന്നാത്മാ എന്ന് പറഞ്ഞാൽ പ്രസന്നമായ അന്ധകരണത്തോടു കൂടിയ. പ്രസന്നമായ അന്ധകരണം എന്ന് പറഞ്ഞാൽ ആരോടും വിദ്വേഷമില്ല, അത്രയേ ഉള്ളൂ. ഇത് പ്രസന്നത എന്ന് പറഞ്ഞാൽ
ആരോടും വിദ്വേഷമൊന്നുമില്ല. മറ്റുള്ളവർക്ക് പിന്നെ വിദ്വേഷമുള്ളത് പോലെ തോന്നിയാൽ അത് അവരുടെ പ്രശ്നം, നമ്മുടെ പ്രശ്നമല്ല. അവർക്കിങ്ങനെ ഇരുന്ന് തോന്നിക്കൊണ്ടിരിക്കുക, അവർക്ക് വേറെ പണിയൊന്നുമില്ല. എന്താണ്, എന്തെങ്കിലും ആരെക്കുറിച്ചെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക, ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും തോന്നിക്കൊണ്ടിരിക്കുക. ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ചുമ്മാ ഇരുന്ന് രാവിലെ തൊട്ട് തോന്നലും പറച്ചിലും. ആരെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഒരേപോലെ തോന്നലും അതുകൊണ്ട് ഒരേപോലെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മനപ്പൊരുത്തമുള്ളവരെന്ന് പറയും. ഒരാൾക്ക് ഒരു തരത്തിൽ തോന്നലും വേറൊരാൾക്ക് വേറൊരു തരത്തിലുള്ള തോന്നലും ഒരേ കാര്യത്തിന്മേൽ വന്നു കഴിഞ്ഞാൽ പറച്ചിൽ അത് പ്രകടമാകും. പറച്ചിൽ പ്രകടമാകുമ്പോൾ പറയും, ഞങ്ങൾ തമ്മിൽ ഒന്നിനും യോജിക്കത്തില്ല എന്ന് പറയും. ഇതിന് ഈ കുറ്റം പറയുന്ന കാര്യത്തിൽ യോജിച്ച് കഴിഞ്ഞാൽ ആദർശ ദമ്പതികൾ. കുറ്റം പറയുന്ന കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കി കഴിഞ്ഞാൽ യോജിക്കാത്ത ആൾക്കാർ. അപ്പോൾ ഇത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംസാരം. അപ്പോൾ അതല്ല ഇവിടെ പ്രസന്നാത്മാവാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞതൊക്കെ കൂടെ പോയെങ്കിൽ മാത്രമേ പ്രസന്നാത്മാവുള്ളൂ. ചുരുക്കത്തിൽ നിർമ്മമത്വമാണ് പ്രസന്നാത്മാവിനുള്ള നിർവചനം. നിർമ്മമത്വം ഉണ്ടെങ്കിലേ പ്രസന്നാത്മത്വം കിട്ടത്തുള്ളൂ. മമത്വം അത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ പ്രസന്നതയ്ക്ക് വേറെ കാരണമൊന്നുമില്ല. മമത്വം ഉണ്ടോ പ്രസന്നത ഉണ്ടാവത്തില്ല. അതൊരു വസ്തുതയാണ്. മമത്വം ഇല്ലെങ്കിൽ പ്രസന്നത ഉണ്ടാവും. മറ്റേ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ പ്രസന്നത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നിന്ന് എടുക്കുക. അതൊക്കെ ഓരോ മനോവൃത്തികളാണ്. ഈ പ്രസന്നത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രസാദം, അധിഗച്ഛതി എന്നൊക്കെയുള്ള വാക്കുകളുണ്ടല്ലോ. ഈ പ്രസാദം എന്നുള്ള വാക്ക് ഭഗവാന് പല പ്രാവശ്യം പറഞ്ഞതാണ്. ആ പ്രസാദമാണ് ഇവിടുത്തെ പ്രസന്നാത്മ ന ശോചതി ന കാംക്ഷതി. ന ശോചതി ദുഃഖിക്കുന്നില്ല, ന കാംക്ഷതി ആഗ്രഹിക്കുന്നില്ല. സമസർവേഷു ഭൂതേഷു സമഹ. സർവേഷു ഭൂതേഷു സർവഭൂതങ്ങളിലും ആയിട്ടുള്ള സമഹ സർവേഷു ഭൂതേഷു. അതിനെ പരാം മദ്ഭക്തിം ലഭത്തെ. സർവേഷു ഭൂതേഷു യസ് സമഹ എന്ന്. അപ്പോൾ സർവഭൂതങ്ങളിലും സമമായിട്ടുള്ളത് പരാം മദ്ഭക്തി, പരമായിട്ടുള്ള എൻ്റെ ആ ഭക്തിയെ ലഭിക്കുന്നു. അപ്പോൾ അതിൻ്റെ സംബന്ധം എന്താ? ഇങ്ങനെയാണ് കിടക്കുന്നത്. സമഹ സർവേഷു ഭൂതേഷു ആത്മൗപമ്യേന സർവേഷു ഭൂതേഷു സുഖം ദുഃഖം വാ സമം ഏവ പശ്യതി ഇത്യർത്ഥഃ. സമസർവേഷു ഭൂതേഷു എന്ന് പറഞ്ഞാൽ ഔപമ്യേന സർവേഷു ഭൂതേഷു സുഖം ദുഃഖം വാ സമം ഏവ പശ്യതി. സർവഭൂതങ്ങളിലും സമത്തെ കാണുന്നവൻ എന്നർത്ഥം. സമസർവേഷു ഭൂതേഷു എന്ന് പറഞ്ഞാൽ സർവഭൂതങ്ങളിലും സമത്തെ കാണുന്നവൻ. ഇത്രയും സിമ്പിളായിട്ട് അർത്ഥം കൊടുത്താൽ സമത്തെ കാണുന്നവൻ. സർവഭൂതങ്ങളെയും സമമായി കാണുന്നവൻ എന്നല്ല അർത്ഥം. സർവഭൂതങ്ങളിലും സമത്തെ കാണുന്നവൻ. രണ്ടായിട്ട് എടുക്കണേ. സമം എന്ന് പറഞ്ഞാൽ സമോഹി ബ്രഹ്മ എന്നുള്ള അർത്ഥം എടുക്കാം. ആ തരത്തിൽ പോയി കഴിഞ്ഞാൽ സർവഭൂതങ്ങളിലും ബ്രഹ്മത്തെ കാണുന്നവൻ എന്ന്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ആത്മൗപമ്യേന സുഖം വാ യതിവാ ദുഃഖം. അവനവൻ്റെ സുഖം എന്നതുപോലെ മറ്റുള്ളവരുടെയും സുഖം, അവനവൻ്റെ ദുഃഖം എന്നതുപോലെ മറ്റുള്ളവരുടെയും ദുഃഖം എന്ന് പറഞ്ഞാൽ അവിടെ ഈ സുഖമെന്നും ദുഃഖമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുവൻ്റെ ദുഃഖം എന്ന് പറയുന്നതും എൻ്റെ ദുഃഖം എന്ന് പറയുന്നതും ദുഃഖം എന്ന് പറയുന്നത് ഒന്ന് തന്നെ. ഒരുവൻ്റെ സുഖം എന്ന് പറയുന്നതും എൻ്റെ സുഖം എന്ന് പറയുന്നതും സുഖം എന്ന് പറയുന്നതിൽ ഒന്ന് തന്നെ. ഇങ്ങനെ എൻ്റെ സുഖം അവൻ്റെ സുഖം, എൻ്റെ ദുഃഖം അവൻ്റെ ദുഃഖം ഇങ്ങനെ പറഞ്ഞ് വേർതിരിക്കുന്നില്ല. അപ്പം ദുഃഖമുണ്ടെങ്കിൽ ഒരുവൻ്റെ ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ദുഃഖമാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖവുമായിട്ട് ബന്ധപ്പെട്ടു എങ്കിലേ അത് ദുഃഖമാണെന്ന് അറിയത്തുള്ളൂ. അതുപോലെ ഇത് സുഖമാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ അത് സുഖമാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. സുഖമായിട്ടോട് ബന്ധപ്പെട്ടെങ്കിൽ മാത്രമേ സുഖമാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് അവൻ്റെ സുഖമെന്ന് പറഞ്ഞാൽ അത് സുഖമാണ് എന്ന് നമ്മൾ അറിയണമെങ്കിൽ ആ സുഖവുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെൻ്റെ സുഖമായി. ഈ തരത്തിൽ നമുക്ക് ചിന്തിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മ ഔപമ്യേന, അവനവൻ തന്നെയാണ് അതിൻ്റെ ഉപമ എന്ന്. അപ്പോൾ സമഹ സർവേഷു ഭൂതേഷു ആത്മൗപമ്യേന സമസർവേഷു ഭൂതേഷു, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം കിടക്കുന്നത്. സുഖം വാ ഇതി വാ ദുഃഖം. പശ്യതി സപശ്യതി എന്നിട്ടാണ് കിടക്കുന്നത്. സമം ഏവ പശ്യതി കാണുന്നു, സമമായിട്ട് തന്നെ കാണുന്നു.
സമമേവ പശ്യതി ഇത്യർത്ഥഃ ന ആത്മസമദർശനം ഇഹ തസ്യ ഭക്ഷമാണത്വാൻ ഭക്ത്യാ മാം അഭിജാനാതി. അപ്പോൾ ഇവിടെ ഭാഷ്യത്തിൽ പറഞ്ഞത് ഇപ്പം നമ്മൾ സമം സർവേഷു ഭൂതേഷു എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ പറഞ്ഞപ്പോൾ സമം ബ്രഹ്മം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ബ്രഹ്മമാണ് ഇവിടുത്തെ സമം എന്ന് പറഞ്ഞിട്ടുള്ള അർത്ഥം ഇവിടെ കൊണ്ടുവരേണ്ട. കാരണം അത് പറയാൻ അടുത്ത ശ്ലോകത്തിലുള്ളത് കാരണം അത് എടുത്ത് പറഞ്ഞിരിക്കുകയാണ്, അത് വേണ്ട. ഇപ്പം നമ്മളിത് വ്യാഖ്യാനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കയറി പറഞ്ഞില്ലേ. അപ്പോൾ ഉടനെ ആചാര്യർ പറഞ്ഞു അതിപ്പം തൽക്കാലം പറയണ്ട. അതെന്താ കാര്യം? അതെന്ന് പറഞ്ഞാൽ ഭക്ത്യാമാം അഭിജാനാതി എന്ന് പറയുന്നിടത്ത് അത് പറയാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇത് എന്താ പറയേണ്ടത്? ഇത് സുഖം വാ ഇതി വാ ദുഃഖം സമസർവേഷു ഭൂതേഷു ന ശോചതി ന കാംക്ഷതി. ആഗ്രഹിക്കുന്നുമില്ല, ഒന്നും തന്നെ ദുഃഖിക്കുന്നുമില്ല. സമസർവേഷു ഭൂതേഷു സുഖം വാ യതി വാ ദുഃഖം സർവേഷു ഭൂതേഷു സമം എന്നുള്ള ആ സമഹ എന്നുള്ള രീതിയിൽ എടുക്കണം എന്ന്. സുഖം വാ ദുഃഖം വാ സമമേവ പശ്യതി. അപ്പോൾ നമ്മൾ ആ സമം ഏവ പശ്യതി, സമമായിട്ട് തന്നെ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരത്തിൽ നമുക്ക് അർത്ഥമെടുക്കാം. എല്ലാത്തിനെയും ജ്ഞേയമായിട്ട് കാണുന്നു, അല്ലാതെ ഭോഗ്യമായിട്ട് കാണുന്നില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ എടുക്കാം. അതായത് ഈ സമമായിട്ട് നമുക്ക് കാണണമെങ്കിൽ ഇത് സുഖാനുഭവം എന്ന് പറയുമ്പം ഭോക്താവാണുള്ളത്, ദുഃഖാനുഭവം എന്ന് പറയുമ്പം ഭോക്താവാണുള്ളത്. അങ്ങനെ ഭോക്താവായിട്ടിരുന്നാൽ ബ്രഹ്മഭൂയായ എന്ന് പറഞ്ഞാൽ സാധ്യമാവത്തില്ല. പിന്നെ അവിടെ എന്താണ്? ബ്രഹ്മഭൂയായ എന്നുള്ള ആ പ്രയോഗം സാധ്യമാവണമെങ്കിൽ ജ്ഞാതാവാകണം. ജ്ഞാതാവാണെന്നുണ്ടെങ്കിൽ സുഖത്തിൻ്റെയും ജ്ഞാതാവ്, ദുഃഖത്തിൻ്റെയും ജ്ഞാതാവ്. ആ തരത്തിലെടുക്കാം. സുഖത്തിൻ്റെ ജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ ഭോക്താവല്ലാത്തപ്പോൾ സുഖത്തിൻ്റെ ജ്ഞാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാതാജ്ഞേയം എന്നുള്ള ആ വ്യത്യാസം കിട്ടും. അപ്പം ഈ ജ്ഞാതാജ്ഞേയം എന്ന് പറഞ്ഞാൽ ജ്ഞേയം ജ്ഞാതാവുമായിട്ട് അന്യവൽക്കരിച്ചല്ലോ. അതുകൊണ്ട് സുഖി എന്ന് പറയുക സാധ്യമല്ല, ദുഃഖി എന്ന് പറയുക സാധ്യമല്ല. സുഖസ്യ വേത്ത എന്ന് പറയാം, സുഖി എന്ന് പറയുക സാധ്യമല്ല. ദുഃഖസ്യ വേത്ത എന്ന് പറയാം, ദുഃഖി എന്ന് പറയുക സാധ്യമല്ല. ദുഃഖി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ദുഃഖസ്യ ഭോക്ത എന്നതിലേക്ക് പറയണം. പിന്നെ സുഖി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സുഖസ്യ ഭോക്ത എന്ന് പറയാം. അപ്പം ഭോക്ത സുഖത്തിൻ്റെ ഭോക്ത എന്ന് പറഞ്ഞാൽ സുഖ സംബന്ധി എന്ന് പറയുന്നത്. അപ്പോൾ സുഖവുമായിട്ട് സംബന്ധിക്കുക എന്ന് പറഞ്ഞാൽ ഭോക്താവിനാണ് അവിടെ സാധ്യമാവത്തുള്ളൂ. ദുഃഖ സംബന്ധി എന്ന് പറയുമ്പോൾ ദുഃഖ സംബന്ധത്താൽ ദുഃഖിയാവുന്നു, ദുഃഖി എന്ന് വ്യവഹരിക്കുന്നു. സുഖ സംബന്ധത്താൽ സുഖി എന്ന് വ്യവഹരിക്കുന്നു. പക്ഷെ ഈ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് സുഖം വാ ദുഃഖം വ എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ. അത് സമസർവേഷു ഭൂതേഷു, അതിനെ സർവഭൂതങ്ങളിലും സമമായിട്ട് കാണുന്നു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ സമസർവേഷു ഭൂതേഷു. അപ്പോൾ ആ തരത്തിലാണ് ഭാഷ്യം പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം എന്താ? സമമേവ പശ്യതി എന്നർത്ഥം കിട്ടും. അങ്ങനെ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്ഭക്തിം ലഭത്തെ പരാം. അങ്ങനെയുള്ള വ്യക്തിക്ക് പരാം മദ്ഭക്തി ലഭത്തെ. ഭക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് പരാം എന്ന് പറയുന്നത്. പരം ബ്രഹ്മ, പരാം ഭക്തി. അപ്പം ഭക്തിം ദ്വിതീയ ഏകവചനമായതുകൊണ്ട് പരാം ഭക്തിം ലഭത്തെ. അപ്പം പരാഭക്തി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സമ ആ പ്രയോഗം കിടക്കുന്നത്. പരാഭക്തിക്ക് ശേഷമുള്ള സമ എന്നുള്ള പ്രയോഗമായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ സമത്തിനെ നമുക്ക് സമബ്രഹ്മ എന്ന അർത്ഥം കൊടുക്കാമായിരുന്നു. പരാഭക്തിക്ക് മുമ്പുള്ള സമമായതുകൊണ്ട് ഇതിനെ കർമ്മയോഗ ഫലമായിട്ടുള്ള സമം ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ്. ഇവിടെ മദ്ഭക്തിം ലഭത്തെ പരാം എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ. അതുകൊണ്ട് ലഭത്തെ എന്ന് പറഞ്ഞാൽ കിട്ടും. എന്ത് കിട്ടുന്നു? പരാഭക്തി കിട്ടും. പരാഭക്തി കിട്ടിയാൽ ബ്രഹ്മജ്ഞാനമായി. രണ്ടും ഒന്ന് തന്നെയാണ്. പരാഭക്തി എന്ന് പറഞ്ഞാൽ അപരാഭക്തിയാണ് സാധനം. അപ്പോൾ ഇവിടെ ഈ സർവേഷു ഭൂതേഷു സമഹ എന്ന് പറഞ്ഞിരിക്കുന്നത് പരാഭക്തി കിട്ടുന്നതിന് മുമ്പുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനാൽ ഇത് കർമ്മയോഗ ഫലമായിട്ടുള്ള സമബുദ്ധിയാണ് എന്നെടുക്കണം. ഇതാണ് അർത്ഥം. ഈ സമഹ എന്ന് പറയുമ്പോൾ എന്താ കിട്ടി? സമബുദ്ധി. സമബുദ്ധി ഏതാ? സമബുദ്ധിയാണ് നമ്മൾ പറയുന്നത് കർമ്മയോഗ ബുദ്ധി എന്ന് പറയുന്നത്. വേറൊന്നുമല്ല. സമബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖം വാ ഇതി വാ ദുഃഖം എന്നൊക്കെയുള്ള പ്രയോഗം ഉണ്ടല്ലോ, അവിടെ അതെല്ലാം സമമായിട്ടാണ്.
സമമായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലോ ഇതിനെയാണ് സിദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ സിദ്ധിയെ ഇവിടെ പറഞ്ഞല്ലോ, ഇനിയിപ്പം വരാൻ പോകുന്ന ശ്ലോകത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് സിദ്ധി, ആ സിദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ധക്കരണ ശുദ്ധി, അന്ധക്കരണത്തിൻ്റെ സ്ഥിരത. ഇത് രണ്ടും കൂടെ ചേരുന്നതിനെയാണ് ഈ സിദ്ധി എന്ന് പറയുന്നത്. ശുദ്ധി മാത്രം കിട്ടിയോണ്ട് കാര്യമില്ല. കാരണം ശുദ്ധന് ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്നാണ്. നമ്മൾ ശുദ്ധന്മാരാണെന്നുണ്ടെങ്കിൽ അധികം നമ്മളെ അടുപ്പിക്കരുത്. ശുദ്ധന്മാർ നമ്മൾ നല്ലപോലെ മാറ്റി നിർത്തിയേക്കണം എന്നുള്ളത്. ശുദ്ധനും പിന്നെ അവിവേകി അങ്ങനെയാവാം. അതിന് സാധാരണ ഈ കുഞ്ഞു ജന്തുക്കളൊക്കെ ഇല്ലേ, അണ്ണാന്, മുയൽ, ഇങ്ങനെയൊക്കെ എല്ലാം ശുദ്ധമാണ്. അല്ലാതെ ഇതിനകത്ത് ശുദ്ധ ഹൃദയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നമ്മൾ ഹിന്ദുവാണ് ശുദ്ധ ഹൃദയം എന്ന് പറഞ്ഞാൽ ആകാശത്തേക്ക് കണ്ണും നട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ചുറ്റുപാട് കാണുന്ന സകല ജീവജാലങ്ങളുടെയും ഹൃദയം എന്ന് പറയുന്നത് മനസ്സ്. അത് പറഞ്ഞാൽ ശുദ്ധമാണ്. അല്ലാതെ അശുദ്ധമായ മനസ്സ് ഒറ്റ ഒരെണ്ണത്തിനില്ല എന്നുള്ളത്. അപ്പോൾ ശുദ്ധ മനസ്സുകളെ കാണണമെങ്കിൽ എങ്ങോട്ട് നോക്കണമെന്നാ? ഓരോ ജീവിയെയും നോക്കിയാൽ മതി. അപ്പോൾ പറയുന്നത് പാമ്പിൻ്റെ മനസ്സ് ശുദ്ധമാണ്. പാമ്പിൻ്റെ മനസ്സ് ശുദ്ധമാണ്. അതിന് അശുദ്ധിയൊന്നും അതിൻ്റെ മനസ്സിലില്ല. അത്രയേ ഉള്ളൂ. സിമ്പിളാണുള്ളത്. അത് ഒരു പ്രോഗ്രാംഡ് ഒരു ബോഡി, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു പ്രോഗ്രാംഡ് ഒരു എന്താ പറയുന്ന ഒരു ടോയ്, ഒരു പ്രോഗ്രാംഡ് ടോയ്. പ്രോഗ്രാമർ ഭഗവാനാണെന്ന് മാത്രമേ ഉള്ളൂ. അത് എന്നിട്ട് ഏത് തരത്തിലാണോ അതിനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് അത്തരത്തിൽ അത് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മളും അത്ര വിശേഷപ്പെട്ടതൊന്നുമല്ല. നമ്മളും ഒരു പ്രോഗ്രാംഡ് ടോയ് മാത്രമാണ്. അത് നമ്മളെ എങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നു അതനുസരിച്ച് നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ മദ്ഭക്തിം പരാം മദ്ഭക്തിം ലഭത്തെ. അപ്പം ഇവിടെ സമഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമബുദ്ധിയാണ്. സമബുദ്ധി എന്ന് പറഞ്ഞാൽ എന്തിലാണ്? സുഖത്തിലും ദുഃഖത്തിലും സമബുദ്ധി. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ആയിക്കഴിഞ്ഞാലോ എന്ത് കിട്ടുന്നു? പരമമായിട്ടുള്ള ഭക്തിയെ കിട്ടുന്നു. ഭക്ത്യാമാം അഭിജാനാതി യാവാന്യശ്ചാസ്തി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശതേ തദനന്തരം. അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ടാണ് സമഹ എന്ന് പറയുന്നതിനർത്ഥം സമബുദ്ധി എന്ന് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ എന്താണ്? ഭക്തിയാ മാം അഭിജാനാതി. മാം ഈശ്വരൻ, അതാണ് ഭക്തിയാ, ഭക്തി കൊണ്ട് മാം അഭിജാനാതി, ഭക്തി കൊണ്ട് എന്നെ അഭിജാനാതി. അഭിതഹ ജാനാതി. അഭിതഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ യഥാ ഈശ്വര തഥാ ജ്ഞാനം ഉണ്ടായിരിക്കണം. അല്ലാതെ നമുക്ക് തോന്നിയതുപോലെ അല്ല ജ്ഞാനം ഉണ്ടാവണം. ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനെയൊക്കെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുത്തും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു അങ്ങ് ആർക്കും ഒരു വിവരവും ഇല്ലല്ലോ. അതുകൊണ്ട് എന്നും പറഞ്ഞിട്ട് പോകാം എന്നെടുക്കരുത്. അതുകൊണ്ടാണ് ശാസ്ത്രേഷു യഥാ പ്രതിപാദിതം, ശാസ്ത്രങ്ങളിൽ എപ്രകാരമാണോ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് തഥാ ജ്ഞാനം, അപ്രകാരമാണ് ജ്ഞാനം. ആ ജ്ഞാനം ഏതാ? ഈശ്വരനെ കുറിച്ചുള്ള ജ്ഞാനം. ആ ജ്ഞാനമാണ് ഒരുവൻ നേടേണ്ടത്. ഭക്തിയ മാം അഭിജാനാതി, ഇതിനെയാണ് ജാനാതി, അറിയുക എന്ന് പറയുന്നത്. അപ്പോൾ ഈശ്വരപ്രാപ്തി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഭഗവാനെ അറിയുക. മാം അഭിജാനാതി. ഒരുപാട് ആൾക്കാർ പെട്ടുപോകുന്നൊരു മേഖലയാണിത്. തപസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ ധ്യാനിക്കാനും ജപിക്കാനും എന്നൊക്കെ പറഞ്ഞ് മണിക്കൂറുകളോളം ഇരുന്നുകൊണ്ട് ജപിക്കലും ധ്യാനിക്കലുമുണ്ട്. എന്നാൽ 2 ശ്ലോകം ആ സമയത്ത് പഠിക്കുക, അത് ചെയ്യാൻ പറ്റത്തില്ല. ഇത് മുഴുവനും കൂടെ എന്താണ്? ഇതെല്ലാം ശാസ്ത്രം അഹങ്കാരം ഉണ്ടാക്കും. അതിന് അങ്ങനെയുണ്ട്. എന്തോ ഒരു ഇതിന് അഹങ്കാരം, ശാസ്ത്രം കൊണ്ടൊരു അഹങ്കാരം ഉണ്ടാകും. തർക്കിക്കാൻ മനസ്സ് വരും. അതുകൊണ്ട് ഭക്തി ഉണ്ടാകത്തില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. എന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്നിരുന്ന് അവസാനം മുട്ടിനുവേദന വരുത്തുക എന്നുള്ളതല്ലാണ്ട് ജീവിതത്തിൽ എന്താ നേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ വലിയ ധ്യാനിക്കുന്നവനാണെന്നും ബാക്കിയുള്ളവർക്കൊന്നും അത് യോഗ്യതയില്ലാത്തവനാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ സ്വയം ഒരു മഹാനാണെന്ന് അവനവൻ തന്നെ പറഞ്ഞു നടക്കാൻ വേണ്ടി മാത്രം ഉപകരിക്കുന്ന തരത്തിൽ ഇവൻ്റെ ആധ്യാത്മികത മാറി എന്നുള്ളതാണ്.
ഇതാണ് എന്തെന്നെ അഹങ്കാരത്തിൻ്റെ അങ്ങ് മൂർധന്യത്തിന്, ഇതിനെയാണ് അഹങ്കാരത്തിൻ്റെ മൂർധന്യത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്നിട്ട് പറച്ചില്ലാണെങ്കിലോ ഞാനൊന്നുമല്ല എന്ന് പറയും. നമ്മൾ അങ്ങനെ ഞാനൊന്നുമല്ല, നിങ്ങൾ വലിയ ആളാണെന്ന് പറഞ്ഞ ആൾക്കാർ, പറഞ്ഞു തുടങ്ങുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ 2 പ്രാവശ്യം തിരിച്ച് പറഞ്ഞിട്ട് അവരെ ഒന്ന് ഇളക്കി വിട്ടാൽ മതി. ഇളക്കി വിട്ട് കഴിഞ്ഞാൽ അവർ പൊട്ടിത്തെറിക്കുന്നതാണ്, മൂക്കൊക്കെ ചുമന്ന് വരും. അവർ പിന്നെ നമ്മൾ ജന്മത്തിൽ അവരെ പിന്നെ കാണത്തില്ല. ആ വഴിക്ക് അവർ പോയി കഴിഞ്ഞിട്ട് ഒരിക്കലും. എന്നിട്ട് നമ്മൾ മഹാമോശമാണെന്ന് അവർ ഡിക്ലെയർ ചെയ്തു. ഇത്തരത്തിലാണ് ആൾക്കാരുടെ പോക്ക്. ഇതാണ് ഈ ആധ്യാത്മികതയിൽ കൊണ്ട് നടക്കുന്ന ഓരോരോ സംഭവങ്ങൾ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതാണ് ഒരു പക്വതയില്ലായ്മ, വിവേകമില്ലായ്മ, വെറുതെ സമയം കളഞ്ഞു എന്നുള്ളത്. എന്തുകൊണ്ടാണ് സമയം കളഞ്ഞത്? അതിനാണ് പറയുന്നത് ഗുരു ഇല്ലാതെ പോയത് കൊണ്ടാണ് അത് പോയത്. ഗുരു ഉണ്ടെങ്കിൽ എന്താ? ഗുരു ഉണ്ടെങ്കിൽ ഗീത പഠിക്കാൻ പറയുന്നത്, വേറെ അല്ല. ഗുരു ഇത് കാലുകൊണ്ട് ശക്തി ദീക്ഷ കൊടുത്തു, ദൃഷ്ടി കൊണ്ട് ശക്തി ദീക്ഷ, മന്ത്രദീക്ഷ കൊടുത്തു, മന്ത്രം കൊണ്ട് ബ്രഹ്മദീക്ഷ കൊടുത്തു, ഇങ്ങനെയുള്ള പല ദീക്ഷകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും നാടകം കളിക്കേണ്ട കാര്യമില്ല. ഗുരു ഉണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ശാസ്ത്രം പഠിക്കാൻ പറയും. ശ്രവണം, മനനം, നിധിധ്യാസനം. ബാക്കിയുള്ളതെല്ലാമോ ഭുക്തയേ നതു മുക്തയേ ജ്ഞാനസ്യ എന്താണ് പാകസ്യ വന്യവത് ജ്ഞാനം വിനാ മുക്തി നല്ലഭതേ. പാകത്തിന് അതായത് പാചകം ചെയ്യാൻ അഗ്നി വേണം, ബാക്കിയുള്ള ഒരു പരിപാടി നടക്കാത്തതുപോലെ ഇവിടെ ഈശ്വരപ്രാപ്തി എന്ന് പറയുന്നത് വേണോ? ജ്ഞാനം തന്നെ വേണം. പിന്നെ ജ്ഞാനത്തിനോ? ജ്ഞാനം അവനവൻ്റെ കയ്യിൽ ഉണ്ടാക്കിയെടുക്കരുത്, ശാസ്ത്രത്തിൽ തന്നെ ജ്ഞാനം നേടണം. അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, സർവ്വയിടത്തും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ധ്യാനം കൊണ്ട് ഞാനങ്ങ് നേടിക്കൊള്ളാം, അങ്ങനെ കുറച്ച് കഥകളും കൊണ്ട്. ഇതാണ് ഈ കഥകളാണ് പ്രശ്നം. എന്നിട്ട് എത്ര പേരുടെ ജീവിതമാണ് പോയതെന്നറിയാം, നമുക്ക് ഒരു കണക്കുമില്ല എന്നുള്ളത്. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ ഒരു അടിപൊളിയിട്ട് പറയുകയാണ്, ഭക്ത്യാമാം അഭിജാനാതി യാവാൻ യഹ ച അസ്മി തത്വതഃ. ഇതാണ് വാക്ക്, തത്വതഃ. അതായത് തത്വതഃ എന്നുള്ളത് എന്താ ഭാഷ്യം കൊടുത്തിരിക്കുന്നത് നോക്കാം. ഏവം തത്വതഃ ജ്ഞാത്വാ വിശദേ തദനന്തരം. അപ്പം തത്വതഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവിടെ നിന്ന് അർത്ഥമൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. അതൊന്നും തത്വത എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴത്തേക്കും മനസ്സിലായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാണോ അറിയേണ്ടത് അങ്ങനെ തന്നെ എന്നുള്ളത്. തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ. വീണ്ടും ആ തത്വതഃ എന്നുള്ളതിന് വീണ്ടും ഒന്നുകൂടെ പറഞ്ഞിരിക്കുകയാണ്. തതോ മാം തത്വതോ ജ്ഞാത്വാ. തതഃ അനന്തരം മാം തത്വതഃ ജ്ഞാത്വാ, എന്നെ താത്വികമായിട്ട് അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ട്, വിശദേ തദനന്തരം, അനന്തരം വിശദേ, അനന്തരം പിന്നീട് വിശദേ പ്രവേശിക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഈ താത്വികമായിട്ട് അറിഞ്ഞിട്ട്, എന്നെ താത്വികമായിട്ട് അറിഞ്ഞിട്ട് പ്രവേശിക്കുന്നു. എവിടേക്ക് പ്രവേശിക്കുന്നു? ഇവൻ ബ്രഹ്മത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ നമുക്ക് ഭാഷ്യത്തിലൂടെ അതിൻ്റെ അർത്ഥം എന്താണെന്ന്, രഹസ്യമായിട്ടുള്ള കാര്യം പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയാണ്. അഹം, ഇങ്ങനെ എടുക്കണം. അഹം ഉപാധികൃത വിസ്തരഭേദഃ യഹ ച അഹം വിധ്വസ്ത സർവോപാധിഭേദ ഉത്തമപുരുഷഃ ആകാശകൽപഃ തം മാം എന്ന്. അപ്പം അഹം എങ്ങനെയായിരിക്കുന്നത്? ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ അഹം ഉപാധികൃത യഹ ഭക്ത്യാമാം അഭിജാനാതി. അപ്പം യാവാൻ യഹ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനകത്ത് ആ യഹ ച അസ്മി, ആ യഹയാണ് ഇവിടെ ചേർക്കേണ്ടത്. ഭക്ത്യാമാം അഭിജാനാതി, യാതൊരുവൻ എന്നെ ഭക്തി കൊണ്ട് അറിഞ്ഞിട്ട്, ഭക്തി കൊണ്ട് അറിഞ്ഞിട്ട്. അപ്പോൾ അതിനുള്ള അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. അഹം ഉപാധികൃത വിസ്തരഭേദഃ യഹ അഹം വിധ്വസ്ത സർവോപാധി ഭേദഃ ഉത്തമപുരുഷഃ ആകാശകൽപഃ തം മാം എന്ന്.
അപ്പോൾ ഉപാധികൃതമായിട്ടുള്ള ഞാനും പിന്നെ ഉപാധിരഹിതമായിട്ടുള്ള ഞാനും എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയുകയാണ് ഉപാധിയോടുകൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ ഇപ്പം ഈ ശംഖചക്രധാരിയായിട്ട് കാണുന്നു എന്നൊക്കെയുള്ള പറച്ചിലൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇതാണ് ഞാൻ എന്നുള്ള രീതി ഭഗവാനെ അവിടെ വക്താവ് എന്നുള്ള നിലയിൽ കാണുന്നു. അപ്പോൾ അതൊന്ന്. പക്ഷേ എങ്ങനെയാണ് സർവോപാധിരഹിതമായിട്ട് കാണുന്നു. അപ്പോൾ സർവോപാധിരഹിതമായിട്ട് കാണുമ്പോൾ ബ്രഹ്മമായിട്ട് കാണും. ആകാശകൽപ്പ അങ്ങനെ വരുമ്പോൾ ആകാശത്തെ പോലെ യാതൊരുവിധ രൂപകൽപ്പനകളും ഇല്ലാത്തത്. ആകാശകൽപ്പ തം മാം അദ്വൈതം ചൈതന്യമാത്ര ഏകരസം. അപ്പോൾ എങ്ങനെ കാണണമെന്നുള്ള ചൈതന്യമാത്ര ഏകരസം. ഏകരസമാണ് ചൈതന്യം മാത്രം. ചൈതന്യം മാത്രം എന്ന് പറഞ്ഞാൽ കേവല ചൈതന്യം എന്നർത്ഥം. അപ്പം കേവല ചൈതന്യം ഏകരസം. അപ്പം മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ ഈ ഹർഷം, ഹർഷത്തിൻ്റെ ഉന്മാദം ഇങ്ങനെയുള്ളതൊന്നുമില്ല. അതിനാണ് ഏകരസം എന്ന് പറയുന്നത്. അതായത് ഇപ്പം വന്നു കൂടി പിന്നെ അത് പോയി അങ്ങനെ, അല്ലെങ്കിൽ കുറഞ്ഞു, പിന്നെ ലൗകികമായിട്ടുള്ളതിലേക്ക് വന്നു, അപ്പോൾ അത് ഹർഷം മാറി, അങ്ങനെയുള്ളതൊന്നുമില്ല ചുരുക്കത്തിൽ. അങ്ങനെയൊക്കെ പറച്ചിലൊക്കെ എന്ന് പറയുന്നത് ചുമ്മാ പറയാം, കഥ ഉണ്ടാക്കാം എന്നുള്ളതല്ലാണ്ട് പ്രത്യേകിച്ച് അതല്ലിത്. അതുകൊണ്ടാണ് ഇതിവിടെ ഏകരസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ ഏകരസമായിക്കോട്ടെ. മനസ്സ് ഭഗവാനോട്ട് ചേരുന്നു, പിന്നെ ഭഗവാനിൽ നിന്ന് വിട്ടുമാറുന്നു. ഭഗവാനോട്ട് ചേരുമ്പോൾ മനസ്സ് ആ ഏകരസത്തിന് സമാനമായ രീതിയിൽ, ഇപ്പോൾ നമ്മൾ ഈ ട്രെയിൻ അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ ചുറ്റുപാടുള്ള പ്രദേശം മുഴുവൻ ഇങ്ങനെ വിറയ്ക്കുമല്ലോ എന്ന് പറഞ്ഞ മാതിരി ഭഗവാനോട്ട് ചേരുമ്പോൾ ഭഗവാൻ ഏകരസമായതുകൊണ്ട് ആ മനസ്സോടെ തന്നെ ആ ഏകരസം അങ്ങനെ അതിലോട്ട് വരുന്നു. അത് വേലിയേറ്റ സമയത്ത് കടലിൽ നിന്ന് ഗംഗ ഒക്കെ ഇങ്ങോട്ട് ഗംഗയിലിട്ട് വെള്ളം ഇങ്ങോട്ട് കയറുന്നു. ആ സമയത്ത് എല്ലായിടത്തും വെള്ളപ്പൊക്കമുണ്ട്. വേലിയേറ്റം അങ്ങോട്ട് വേലിയിറക്കം വരുമ്പോൾ ഗംഗയിൽ നിന്ന് അങ്ങോട്ട് വെള്ളം പോകുന്നു, പിന്നെ ഒരിടത്തും വെള്ളമില്ല. ഇതേമാതിരി ഭഗവാന്റെ സാമീപ്യം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ ഭഗവാന്റെ സാമീപ്യം എന്ന് പറയുമ്പോൾ വേലിയേറ്റം പോലെ. അങ്ങനെ വരുമ്പോൾ മനസ്സിലേക്ക് ഭഗവാന്റെ പ്രസന്നത എന്തോ അത് മനസ്സിലേക്ക് അങ്ങോട്ട് മനസ്സിലോട്ട് കയറി കഴിയുമ്പം ഈ മനസ്സ് ഗംഗ പോലെയാണെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പിന്നുള്ളതെന്ന് പറഞ്ഞ് ഗംഗയുടെ ചുറ്റുപാട് മുഴുവൻ വെള്ളം കയറിയല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ഇന്ദ്രിയങ്ങളും ഒക്കെ അങ്ങോട്ട് ആനന്ദ പരിപ്ലുതമായി. എന്നിട്ടോ പിന്നെ അതങ്ങോട്ട് വിട്ടുമാറി. അപ്പോൾ ഇത് ഇങ്ങനെയാണോ എന്നാണ്. അങ്ങനെ കുറച്ചു കാലം നടന്നുകൊണ്ട് ആർക്കും കുഴപ്പമൊന്നുമില്ല, അത് മോശമെന്ന് പറയുന്നില്ല. പക്ഷേ അത് അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏകരസമാണ്. ഏകരസം കയറുക ഇറങ്ങുക എന്ന് പറയുന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ ഏകരസം. ചൈതന്യമാത്ര ഏകരസം അജരം അമരം അഭയം അനിധനം തത്വതഃ. അപ്പം തത്വതഃ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അറിയണം. എങ്ങനെ അറിയണം? അജമാണെന്നറിയുക, അജരമാണെന്നറിയുക. അജം എന്ന് പറഞ്ഞാൽ ജനിക്കാത്തത്, അജരം എന്ന് പറഞ്ഞാൽ ജരബാധിക്കാത്തത്. ജരബാധിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യത്വം ആണ്. അത് പ്രായം ബാധിക്കാത്തത്. കാലപരിമിതമായാൽ ജരബാധിക്കുന്നു. കാലാതീതം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതാണ് ജര എന്ന് പറഞ്ഞ് കാലത്തിനെയാണ് ഇത്. അതുകൊണ്ടാണ് ഈ ബ്രഹ്മദേവന് ഈ ജര നരച്ച താടിയോട് കൂടിയിട്ടാണല്ലോ നമ്മൾ ഈ ചിത്രങ്ങളൊക്കെ കാണുന്നത്. അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷ്ണു മഹേശ്വരന്മാരിൽ അല്ലെങ്കിൽ പിന്നെയുള്ള ദേവന്മാരിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ നരച്ച താടി എന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രായം കൽപ്പിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ബ്രഹ്മദേവനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ജര കാണിച്ചിരിക്കുന്നത്. ജരയും നരയും കൂടെയാണ് ചേർത്താണ് കാണിച്ചിരിക്കുന്നത്. വാർദ്ധക്യത്തെ കാണിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പിതാമഹൻ എന്നുള്ള പറച്ചിലും കൂടെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അജരം അമരം മൃത്യുവില്ലാത്തത് അമരം. പിന്നെ അഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയമില്ലാത്തത്. അങ്ങനെ അപ്പോൾ ഇതിനെ ഇങ്ങനെ അറിയുന്നത് തന്നെയാണ് പറയുന്നത് തത്വതഃ എന്ന് പറയുന്നത്. അതായത് തത്വതഃ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തിലൊന്നും എടുക്കേണ്ടതില്ല എന്ന് സാരം. തത്വതോ ജ്ഞാത്വ വിശദേ തദനന്തരം. അപ്പോൾ അറിഞ്ഞിട്ട് ഏതൊരു ബ്രഹ്മത്തെയാണോ അറിഞ്ഞത് ആ ബ്രഹ്മത്തിലേക്ക് പ്രവേശിക്കുന്നു. അതൊരു പ്രയോഗം മാത്രമാണ് എന്ന് നമുക്ക് കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.